തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുമായി ഈ സമുദായം വലിയ നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയും ഐക്യമില്ലല്ലോ, എവിടെയും സമാധാനമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലേ, വല്ലാഹി ലാ യുഅ്മിനൂ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ തഹബ്ബൂ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. ഏതുവരെ? നിങ്ങൾ മുഅ്മിനാകുന്നത് വരെ. മുഅ്മിനാവുകയില്ല ഹത്താ തഹബ്ബൂ, പരസ്പരം സ്നേഹിക്കുന്നത് വരെ. ആരെയാ സ്നേഹിക്കേണ്ടത്? പരസ്പരം സ്നേഹമുണ്ടാകണം. എല്ലാവരുടെയിടയിൽ പരസ്പര സ്നേഹവും സൗഹൃദവും ഉണ്ടാകണം. ഇതല്ലേ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തന്നത്. ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണമതല്ലേ? ലോകത്ത് ഇസ്ലാമിന് ഇത്രയും വലിയ അംഗീകാരം കിട്ടാൻ കാരണം ഇതല്ലേ? ഇസ്ലാമിനെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ചരിത്ര താളുകൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്ത് ഇസ്ലാമിന് വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടം നമുക്കറിയാലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജനപൂജാതനാകുന്ന കാലഘട്ടത്തിലൂടെ ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത ഖസ്റജ്കാർ, ഔസുകാർ, ഗോത്രക്കാർ പരസ്പരം അനൈക്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വാർത്തെടുത്തുകൊണ്ട് ലോകത്ത് എത്ര വലിയ വിപ്ലവങ്ങളാണ് 23 വർഷത്തെ ആ കാലഘട്ടത്തിലൂടെ ലോകത്തിന്റെ നേതാവ് ഉണ്ടാക്കി തന്നത്. തന്റെ 23 കൊല്ലത്തെ ജീവിതകാലത്തിന് നുബുവത്തിന് ശേഷമുള്ള കാലയളവിൽ ആ ലോക ജനതയെ മുഴുവനും ഖിയാമത്ത് നാളോളം വരുന്ന ജനസമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ എന്ന ആ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടല്ലേ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു പോയത്. എന്തേ? അവരുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടായിരുന്നു, പരസ്പര സ്നേഹത്തിലായിരുന്നു അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. എന്തായിരുന്നു അവരുടെ അവസ്ഥ? തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കിയാൽ അപ്പുറത്തെ വീട്ടിലുള്ളവന്റെ വീട്ടിൽ പട്ടിണിയാണെന്നറിഞ്ഞാൽ അത് മുഴുവനും അപ്പുറത്തെ വീട്ടുകാരനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ സന്മനസ് കാണിച്ചവർ. യർമൂക്കിന്റെ യുദ്ധവേളയിൽ കഴിഞ്ഞുപോയ സ്വഹാബത്തിന്റെ കഥ. ഒരു സ്വഹാബിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. 6 സ്വഹാബത്ത് ജീവൻ മരണ പോരാട്ടത്തിലാണ്. മരിക്കാൻ സക്കറാത്തിന്റെ വേദനയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്കിടയിൽ ഒരാൾ വെള്ളം കൊണ്ടുപോയി കാണിക്കുന്നു. അവസാന അന്ത്യശ്വാസം വലിക്കുന്ന ആൾക്ക് അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അയാൾ കൈകൊണ്ട് അന്യം കാണിക്കുന്നു. അപ്പുറത്തവനിക്ക് കൊടുക്കൂ. രണ്ടാമത്തെ ആൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം മൂന്നാമത്തെ ആളെ വിരല് കൊണ്ട് ചൂണ്ടിക്കാണിച്ചു. മൂന്നാമത്തെ ആളും അതേപോലെ. അങ്ങനെ 6 പേരിലേക്ക് എത്തി. 6 ആളും വെള്ളം കുടിച്ചില്ല. എന്തിനു വേണ്ടി? ഞാൻ വെള്ളം കുടിച്ചാൽ അപ്പുറത്തവൻ എന്നെ പോലെ വേദനയിൽ കഴിയുമ്പോൾ, ദാഹം കൊണ്ട് വിരയുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നത് എന്റെ ഹബീബിന് ഇഷ്ടമാകുമോ? ചിന്തിച്ച സ്വഹാബത്ത് അങ്ങനെ ഒന്നാമത്തെ ആളിലേക്ക് വീണ്ടും പോയി. ഒന്നാമത്തെ ആള് ഷഹീദായി. രണ്ടാമത്തെ ആളെടുക്കലേക്ക് ഓടിയെത്തി. അയാളും ഷഹീദാണ്. അങ്ങനെ 6 പേരും വെള്ളം കുടിക്കാതെ ഷഹീദായി. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എന്തിനാ? അപ്പുറത്തവർക്ക് അയൽവാസിയോട് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മനുഷ്യനോട് സ്നേഹം കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത്യാധുനിക ലോകത്ത് ഈ തലമുറയിൽ നിന്ന് ഇല്ലാതെ പോയത് സ്നേഹമാണ്, സൗഹൃദമാണ്, പരസ്പരം പിരിസപ്പാട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിരിസപ്പാടില്ലാത്ത കാലമായി പോയി. ഒരു 50 കൊല്ലത്തെ, ഒരു 60 കൊല്ലത്തിന്റെ മുമ്പിലത്തെ കഥകൾ എടുത്തു നോക്കിയാൽ അന്നത്തെ ജനങ്ങൾക്ക് പണമില്ലെങ്കിലും, താമസിക്കാൻ കൊട്ടാരമില്ലെങ്കിലും, സംവിധാനങ്ങൾ കുറവായിരുന്നെങ്കിലും സ്നേഹമുണ്ടായിരുന്നു, പിരിസമുണ്ടായിരുന്നു. ആരെല്ലാവർക്കും പരസ്പര സ്നേഹമായിരുന്നു. മനുഷ്യനെ കണ്ടാൽ ജീവനേക്കാളും സ്നേഹിക്കുന്ന തലമുറയായിരുന്നു. അന്ന് ബറക്കത്തുണ്ടായിരുന്നു ആ ജനങ്ങൾക്ക്. അന്ന് രോഗങ്ങളില്ല, മാരകമായ ക്യാൻസറുകളില്ല, മാരകമായ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടാത്ത മനുഷ്യർ ഇന്ന് നമ്മുടെ ജമാഅത്തിൽ കുറവല്ലേ? എല്ലാവർക്കും ഷുഗറിന്റെ പ്രശ്നമാണ്. എല്ലാവരും രോഗികളാണ്. ഓരോ വീട്ടിൽ പോയാൽ ഒരു വീടിന്റെ ഒരു അലമാര മുഴുവനും ടാബ്ലറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയിൽ പോയാൽ മെഡിക്കൽ ഷോപ്പ് പോലെ
തെറഞ്ഞു കിടക്കുന്ന മരുന്നുകൾ, മെഡിസിനുകൾ, എന്തേ രോഗങ്ങൾ കടിമപ്പെട്ടു. പഴയ കാലത്ത് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിനെല്ലാം കാരണം എന്താ? അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള കളി, മനുഷ്യൻ സ്നേഹിക്കാത്തതിന്റെ ഒരു കാരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവനാ അദുല്ലുകും ഇദാ ഫഅൽതുമൂഹു തഹാബതും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വേണോ? ഭർത്താവിനിക്ക് ഭാര്യയോട് സ്നേഹം വേണോ? ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം വേണോ? എത്ര പരാതികളാണ്, എത്ര കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ്. നാട് മുഴുവനും കൗൺസിലിംഗിന് വേണ്ടി മനുഷ്യർ അങ്ങോട്ട് വിനോദയാത്രകളാണ്. ഈ അടുത്തൊരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ എവിടെയാ, നിങ്ങൾ കുറെ ദിവസമായല്ലോ കാണാതെ. ആ സമയത്ത് പറഞ്ഞു, ഒരു യാത്രയിലായിരുന്നു, ഒരു ടൂർ പോയതാ. ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് അങ്ങനെ ദിവസങ്ങളോളം ടൂർ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്കിടയിൽ ഭാര്യയ്ക്കും എനിക്കും ഇടയിൽ ഒരു സൗഹൃദമില്ല, സ്നേഹം കുറവാണ്. ഒന്നങ്ങനെ കൊണ്ടുപോയിട്ട് അവളൊന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ മനുഷ്യൻ സ്നേഹമുണ്ടാക്കാൻ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അവലാ അദുല്ലുക്കും ഇദാ ഫഅൽതുമൂഹു. നിങ്ങൾ ആ കാര്യം ചെയ്യോ, എന്നാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും, നാട്ടുകാർക്കിടയിൽ സ്നേഹമുണ്ടാകും. എന്താണത്? അഫ്ശുസ്സലാമ ബൈനക്കും. പരസ്പരം സലാം പറയണം. കണ്ടാൽ മുഅ്മിനീങ്ങളെ കണ്ടാൽ സലാം പറയണം. നാട്ടിലെ പള്ളിയിൽ ഉസ്താദിനോട് എല്ലാവർക്കും സ്നേഹത്തെ കാരണം, ഉസ്താദിന് നാട്ടുകാരോട് ഭയങ്കര സ്നേഹത്തെ കാരണം ഉസ്താദിനോട് സലാം പറയും, അല്ലേ? എല്ലാവർക്കും ഉസ്താദിനോട് സ്നേഹല്ലേ? ഉസ്താദിന് നാട്ടുകാരോട് എല്ലാവർക്കും സ്നേഹല്ലേ? എന്തേ കാരണം? ഉസ്താദിനെ കണ്ടാൽ സലാം പറയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാ? ആര് കണ്ടാലും ജമാഅത്തിന്റെ ഖത്തീബിനെ കണ്ടാൽ സലാം പറയൂലേ? നിങ്ങൾ കൊണ്ടാത്ത സലാം പറയുന്നില്ല, അങ്ങനത്തെ പതിവില്ലേ? ഉണ്ടല്ലോ. ഉസ്താദിനെ കണ്ടാൽ കച്ച കിട്ടൂലേ? കച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയാ? കച്ച തന്നെ മുട്ടുന്നതല്ലേ? തൊടന്റെ മേലെ അവിടെ കെട്ടുന്ന ഇതല്ലേ? കച്ചയും കെട്ടി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നേ ഒക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഔറത്താണ്. പല സ്ഥലത്തും പല നാടിലും കാണുന്ന വിഷയമാണ്. ഈ മുണ്ടെടുക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിനെ മാടിയിട്ട് കെട്ടിട്ട് മേലെ വരെ കെട്ടാ. മാബൈന സുർറത്തി വറുത്ബാ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണ്. അത് ഏതാളുകൾക്കും കാണിക്കാൻ പറ്റൂല. അങ്ങാടിയിൽ പോകുമ്പോ കച്ച കെട്ടുകയാണെങ്കിൽ മുട്ടിനേക്കാളും താഴെയാവണം. ഇപ്പൊ പാലക്കാരൊക്കെ റോഡിലൊക്കെ ഇപ്പൊ ഇതൊക്കെ ഈ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുന്ന 18, 20, 28, 30 വയസ്സായി. ഇപ്പൊ തൊണ്ടന്മാരോട് കളിക്കുന്നതന്നെ ഗ്രൗണ്ട്. ഈ അടുത്ത സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥലത്ത് പോയി, കേരളത്തിലെ സ്ഥലത്ത്. അങ്ങനെ നോക്കുമ്പോ മക്കൾ പറഞ്ഞ് കളിക്കുന്നത് നോക്കാം. അങ്ങനെ ജസ്റ്റ് നോക്കുമ്പോ എല്ലാം തൊണ്ടന്മാർ, എല്ലാം തൊണ്ടന്മാർ 60, 45, 50, 60 വയസ്സമായ തൊണ്ടന്മാർ ഭയങ്കര തുള്ളല്. അത് അവരവരെ ചോയ്സിൽ വിട്ടത് അവർക്ക് വേണമെങ്കിൽ കളിക്കാം. അതതിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ആ കളിക്കുന്ന സമയത്ത് പോലും ഔറത്ത് മറ്റവർക്ക് കാണിക്കാൻ പാടില്ല. പുരുഷന്റെ ഔറത്ത് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലം ഔറത്താണ്. അത് കാണിച്ചുകൊണ്ട് വീട്ടിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. കാണിക്കാൻ സമയത്ത് പറ്റും. നിങ്ങളെ വീട്ടിൽ ഭാര്യയും നിങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളെ പ്രായപൂർത്തിയത്തെ മക്കളും മരുമക്കളാരുമില്ല. ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളാണെങ്കിൽ അത് ജാഹിസാണ്. അല്ലാത്ത സമയത്ത് അങ്ങാടികളിലൊക്കെ ഈ ഔറത്ത് കാണിച്ച് നടക്കുന്ന അവസ്ഥ ഹറാമുകളാണ്. മുസ്ലിം സമുദായത്തിന് വലിയ വലിയ പ്രശ്നങ്ങളുടെ വലിയ കാരണം ഇതാണ്. ഹറാമുകൾ സർവ്വവ്യാപകമാവുക. ഹറാമുകൾ വ്യാപകമാവുക എന്ന് പറയുമ്പോൾ ആജിയാർ വിചാരിച്ച പള്ളിന്റെ നാട്ടിലെ കാരണവരായ ആജിയാർ വിചാരിച്ച് എങ്ങനെയൊക്കെ കൊറോണ വരാതിരിക്കുന്നത്? പാലക്കാർ മുഴുവനും കഞ്ചാവിലല്ലേ? അതും ഹറാമല്ലേ? എന്നാൽ നീ ഔറത്ത് മറക്കാതെ, ഔറത്ത് ഒളിവാക്കിയിട്ട് 24 മണിക്കൂർ നീ ഔറത്ത് മറക്കാതെ നടക്കുന്നെങ്കിൽ പൊന്നാര മുമ്പിലെ ഹൃദയത്തിലുള്ളത് ഈമാന് പോകുന്ന കാര്യമാണ്. ഹറാം ഇങ്ങനെ ഒരു മനുഷ്യൻ ചെറുതായി കണ്ടാൽ അവന്റെ ഇബാദത്തുകളോടും നിഷ്ഫലമായി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉസ്താദിനെ കാണുമ്പോ ഔറത്തുകളൊക്കെ താഴെട്ടിട്ട് കയ്യിലൊക്കെ വീടിയും വലിയൊക്കെ പുക വലിയൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയും, ഇല്ലെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ഉസ്താദിനോട് നന്നായിട്ടൊരു പറയും അസ്സലാമു അലൈക്കും. പക്ഷെ സലാം പറയുന്നതും അതിനിക്ക് കോർവകളുണ്ട്, നിയമങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും ചില
മടക്കുന്നത് കേട്ടെങ്കിൽ ഇസ്ലാം ഓരോരുത്തരുടെ പാലക്കാരൻ മടക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു അവരോട് ചോദിച്ചു സലാം പറഞ്ഞ ആൾക്കോനെ കേട്ടത് ചിരി വന്നോട് അസ്സലാമു അലൈക്കും ഇസ്ലാം. എന്താ മുന്നിനെ അതിനൊക്കെ ഒരു നിയമങ്ങളില്ലേ? സലാം പറയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു പറഞ്ഞു അശറാ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ഇങ്ങനെ കേട്ടു, എന്താണ് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിയുമ്പോ വേറൊരു സ്വഹാബി പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സലാം അടക്കി പറഞ്ഞു ഇശ്റൂന. മൂന്നാമത് വന്ന സ്വഹാബി വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സലാസൂന 30. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു 10 കൂലി, രണ്ടാമത്തെ ആളോട് 20 കൂലി, മൂന്നാമത്തെ ആള് 30 കൂലി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ രക്ഷയും റഹ്മത്തും നിങ്ങൾക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തും രക്ഷയും ബറക്കത്തും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ള വിലമതിക്കാനാവാത്ത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആരോട് പറയണം? വീട്ടിലേക്ക് പോയി ഇന്നത്തെ വയത് കഴിഞ്ഞിട്ട് വയതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോ ഭാര്യയുണ്ടാകും. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഡോറ് തുറക്കാൻ വന്നാൽ ആദ്യമായിട്ട് പറയേണ്ടത് നീ ഇങ്ങനത്തെ ബോധം കെട്ടിട്ട് ഉറങ്ങിയിട്ട് എന്തായിപ്പോയി നിന്നെ കണ്ടങ്ങനെ പേടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു പേടി മാറിയില്ല. എന്താ പറയേണ്ടത്? ആദ്യം അത് പറയണം അസ്സലാമു അലൈക്കും. അപ്പോൾ ചോദിക്കും ദീനിലേക്ക് വന്നേ പ്രസരം കൂടിയുണ്ട ചിലവ് ഉണ്ടായി കേട്ടോ. കാരണം ഇത്ര കാലം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞിട്ട് 40 കൊല്ലം ഇങ്ങനത്തെ ഒന്ന് കേൾക്കാണ് കൊതിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. പഠിച്ചോനെ എന്റെ ഭർത്താവിലേക്ക് എനിക്ക് സലാം പറയാൻ മനസ്സിലാക്കണമെന്ന് ദ്വാരന്ന് കിട്ടിയില്ല. അങ്ങനെ ഏതോ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വയത് കേട്ടപ്പോ തോന്നി അസ്സലാമു അലൈക്കും, ഭാര്യയോട് സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും രക്ഷിതാക്കളെ. ഭർത്താവ് സലാം പറയുന്നില്ലെങ്കിൽ ഭാര്യമാർ ഇങ്ങോട്ട് പറയണം. ചിലപ്പോ മാപ്പിളക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവൂല. എന്നാൽ ഭാര്യ ഇങ്ങോട്ട് സലാം പറയണം. സലാം പറഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടാകും. സ്നേഹമുണ്ടാക്കാനുള്ളതാണ്. ജ്യേഷ്ഠൻ അനുജനെ കണ്ടാൽ സലാം പറയണം, അനുജൻ ജ്യേഷ്ഠനെ കണ്ടാൽ സലാം പറയണം. ഇങ്ങോട്ട് സലാം കൊണ്ടായിരിക്കണം ഏത് കാര്യം. രാവിലെ കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടി കാക്കാന്റെ വീടിലേക്ക് പോയുമ്പോ ആദ്യമായി പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. എന്ത് സൗഭാഗ്യമാണ്! സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞിട്ട് ഖാലിസായ മനസ്സോടുകൂടി ഒരു മനുഷ്യനിക്ക് സലാം പറഞ്ഞാൽ ആ മനുഷ്യൻ നിനക്ക് തരുന്നു അലൈക്കുമുസ്സലാം. കോടി രൂപയുടെ സമ്പത്ത് നിനക്ക് കിട്ടുന്നതിനേക്കാളും ഒരു കട്ടൻ ചായ ഫ്രീ കിട്ടിയാൽ നിനക്ക് സന്തോഷാവൂലേ? അതിനേക്കാളെല്ലാം നിനക്ക് സൗഭാഗ്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ കണ്ടാൽ സലാം പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സലാമിന്റെ വിഷയം പറയാൻ കാരണം എന്താണ്? സലാം പറഞ്ഞാൽ മടക്കുന്നവനിക്ക് കേൾക്കുന്ന രീതിയിൽ സലാം മടക്കണം. ചില ആൾ അസ്സലാമു അലൈക്കും പറഞ്ഞ ഓതിയിട്ടുണ്ടാവൂല. അങ്ങനെയല്ല, സലാം പറയുന്നത് ആ പറഞ്ഞ ആളുകൾക്ക് നീ സലാം മടക്കുന്നത് നീ തങ്ങോട്ട് കേൾപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെ? ഒരാൾക്ക് സലാം പറഞ്ഞിട്ട് മടക്കുന്നത് കേട്ടില്ല, അല്ലെങ്കിൽ മടക്കിയില്ല എന്ന് വിചാരിച്ചോ, എന്താക്കണോ? ഞാൻ എന്താ പറയും? ഉദാഹരണത്തിന് ഉസ്താദിന്റെ റൂമിലേക്ക് വന്ന് ഉസ്താദ് എന്തോ കിതാബ് നോക്കിയിട്ട് എന്തോ ഹദീസോ ആയത്തോ എന്തെങ്കിലും എഴുതുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മദ്രസിന്റെ ആദ്യ പട്ടിക ശരിയാക്കുന്നത്, വേറെ എന്തെങ്കിലും ശുഭലായിട്ടുണ്ട്. സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും. അങ്ങനെ എന്താ അങ്ങനെയല്ല എന്ന് പറയാം. ഉസ്താദ് ഞാൻ സലാം പറഞ്ഞ നമ്മളെ ഭാഷയിലാണെങ്കിൽ ഉസ്താദ് സലാം ചോദിക്കുന്നതാണ്. അങ്ങനെയല്ല. അതങ്ങനെയല്ല. സലാം പറഞ്ഞിട്ട് മടക്കുന്നത് കേട്ടില്ലെങ്കിൽ, വഅലൈക്കും സലാം പറയുന്നത് കേട്ടില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മടക്കുന്നത് കേട്ടില്ല, രണ്ടാമത് ഒന്നും കൂടി സൗണ്ട് കൂട്ടിട്ട് അസ്സലാമു അലൈക്കും പറയണം. അതും പറഞ്ഞിട്ട് കേട്ടില്ല, മൂന്നാമത് പറയണം അസ്സലാമു അലൈക്കും. മൂന്നാമത്തേലും എന്നെ പോലത്തെ കവലത്തെ പക്ഷെ മടക്കില്ല എന്ന് വെക്കാം. നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. അതിന് ചില ചൂടേക്കുന്ന കുറവായിട്ടുണ്ടാവും.
ചൂട് കേൾക്കുന്ന കുറെ അർത്ഥം വെച്ചിട്ടുണ്ടായിരുന്നു സലാം പറഞ്ഞില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾക്ക് സലാം പറഞ്ഞ കേട്ടില്ല ഞങ്ങൾ വിചാരിക്കേണ്ടത് ചിലപ്പോ കേൾവി ദൂരായിരിക്കും, കേൾക്കുന്ന ദൂരായിട്ടുണ്ടാവും. നിനക്ക് 3 വട്ടം സലാം പറഞ്ഞ് നിനക്ക് നഷ്ടത്തിലാവൂല, 3ന്റെയും പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ നിത്യമായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അശ്രദ്ധ കൊണ്ട് ഗഫലത്ത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുടെ വഴികളുണ്ട്. അതെല്ലാം നമ്മൾ തിരികെ പിടിക്കണം. ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. അതുകൊണ്ട് വീട്ടിലേക്ക് എത്തിയാൽ ഭാര്യമാരോട് സലാം പറയണം. ഭാര്യമാര് ഭർത്താക്കന്മാരോടും മക്കളോടും ഒക്കെ സലാം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പൊന്നാര മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അതിനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പഠിപ്പിക്കുന്നത്? മനുഷ്യന്റെ നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും എല്ലാം നാം എന്തിന് ഈ ഉറക്കം വഹിച്ചിട്ട് വയലിലേക്ക് വരുന്നത്, വയലിലേക്ക് വെക്കുന്നത്, ജുമാഅക്ക് വരുന്നത്, നിസ്കരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എന്തിനാണ്? അല്ലാഹുവിന്റെ പ്രീതി കിട്ടണം, അല്ലെ? പടച്ചവന്റെ പൊരുത്തം കിട്ടണം എന്ന നിലക്കല്ലേ കിട്ടണ്ടേ? അല്ല നമ്മൾ ജുമാക്ക് വരുന്നത്, പടച്ചവനെ നാട്ടുകാർ ഇപ്പൊ ജുമാക്ക് പോയില്ല, നാട്ടുകാർ എന്ത് പറയും? ഈ രീതിയിലാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടൂല. നേരത്തെ ഉസ്താദ് ഇവിടെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇഖ്ലാസോടുകൂടെയുള്ളതായിരിക്കണം നമ്മുടെ ഇബാദത്ത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇപ്പൊ ഇഖ്ലാസോടുകൂടെ അല്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടേ ഇല്ല. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമായിരിക്കണം. മഹാനായ ശൈഖ് തങ്ങളുടെ കഥകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആരാണ് ശൈഖ് തങ്ങൾ? ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ദം റളിയല്ലാഹു അൻഹു. അവിടുത്തെ പേരിൽ നമ്മൾ ഖുത്ബിയത്ത് കഴിക്കാൻ കാരണം എന്താണ്? ശൈഖ് തങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഫാമിലിയാണോ? ഒന്നുമല്ല, നമ്മളെ സംബന്ധമല്ല, നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ഒരു ടച്ചുമില്ല. എന്താണ്? ഈമാനിയായ നിലക്ക് അല്ലാഹു ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെ ഔലിയാക്കളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി മഹാനായ ഗൗസുൽ അഅ്ദം റളിയല്ലാഹു അൻഹു തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. ആ ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ദം റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ തന്റെ ദിക്റിലൂടെ ഔറാദ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മൾ വിചാരിച്ചെന്തെങ്കിലും പള്ളിയിലേതോ മുക്കരിക്കാനെ പോലത്തെ ഒന്ന് പള്ളിയിലില്ലാത്ത പള്ളിയിൽ എന്താ ശമ്പളത്തിന് കുറച്ച് ദിക്റും തല്ലിട്ട് പള്ളിയിലെ മൂലയിൽ നിന്നിട്ടുള്ള ഏതോ ഒരു മനുഷ്യനായിരിക്കും ശേഖ് തങ്ങൾ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് തോന്നിയത് എങ്ങനെ? പള്ളിയിലുള്ള ഒരു മൊയിലാച്ചാന്റെ കുളത്തിലുണ്ടാവും, അങ്ങനെയല്ലേ സാധാരണ ആൾക്കാർക്ക് തോന്നുന്നത്? അങ്ങനല്ലേ? ആരാണ് ശൈഖ് തങ്ങൾ? അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദ് കണ്ട ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. ബഗ്ദാദ് കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ശിഷ്യഗണങ്ങൾക്ക് ഈമാനിന്റെ ദഅവത്ത് എത്തിക്കുറിച്ച് കൊടുക്കുന്നതിനിടയിലും ദുനിയാവിന്റെ വിഷയത്തിൽ പല നിലക്കുള്ള കച്ചവട കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അതിന്റെ ഇടയിൽ അല്ലാഹുവിനെ ഒരു സെക്കൻഡ് നേരം മറക്കാതെ ജീവിച്ച ആത്മീയ ലോകത്ത് പ്രതിഷ്ഠിച്ചു നിൽക്കുന്ന മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ഒരു ദിവസം വന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, തങ്ങളെ കപ്പല് കോടാനക്കോടി വിലയുള്ള വിലമതിക്കാനാവാത്ത വസ്തുക്കളെ ചുമന്നു കൊണ്ടുവന്ന കപ്പല് വള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വള്ളത്തിൽ മുങ്ങി ആകെ നശിച്ചു പോയി. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കേട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. സാധാരണ എങ്ങനെ പറയട്ടെ? സ്വത്ത് നശിച്ചു എന്ന് പറഞ്ഞാൽ, ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഉദാഹരണത്തിന് ആ നാട്ടിൽ ഒരാൾ പോലെ ആക്സിഡന്റ് ആയിട്ട് കുറച്ച് കാല് കെട്ടായിട്ടാണ് പറയും. ഞമ്മ എന്ത് പറയും? അടുത്തുള്ള ആത്തുറയിലാവും. അങ്ങനെ നമ്മൾ പറയേണ്ടത് എന്താ പറയേണ്ടത്? ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഒരാൾ ആദ്യമായിട്ട് എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ആക്സിഡന്റ് ആയിട്ട് കുറച്ച് കാലം പോലെ മരിക്കുന്ന വിഷയമല്ലോ. ഇത് മരിക്കുമ്പോ ചെല്ലാന്ന് പണ്ട് ഉസ്താദ് പഠിപ്പിച്ചിട്ട് മരിച്ചല്ലേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? അങ്ങനല്ല, മുസീബത്ത് എത്തിയാൽ ഇദാ അസാബൽ മുസീബ, ഒരു മുസീബത്ത് എത്തിയാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചെറിയൊരു പനി വന്നാൽ, ഒരു രോഗത്തിന്റെ വിവരം അറിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ശൈഖ് തങ്ങൾ പറയുന്നു അൽഹംദുലില്ലാഹ്. കുറേ നേരം കഴിഞ്ഞു, ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഗുഡ് ന്യൂസ് കിട്ടി. ശൈഖ് തങ്ങളുടെ കപ്പൽ
അതാ വെള്ളത്തിൽ നിന്ന് മുങ്ങിയത് അങ്ങനെ തന്നെ ഒരു നിലക്കും നാശം സംഭവിക്കാതെ അതിങ്ങനെ മോചിതനായിട്ടുണ്ട്, അതിങ്ങനെ മോചിതനായി കരകയറിയിട്ടുണ്ട്, കരയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട്. മഹാനായ ശൈഖ് തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. മുരീദന്മാർ ചോദിച്ചു, മഹാനായ ശൈഖ് തങ്ങളെ, എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? അന്ന് അത് മുങ്ങി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. ശൈഖ് തങ്ങൾ എന്താ മറുപടി പറഞ്ഞെന്നറിയാം? ഇഖ്ലാസിന്റെ പവർ നിങ്ങൾ നോക്കണം. മഹാനായ ശൈഖ് തങ്ങൾ പറഞ്ഞു, അതാ എന്റെ കോടിക്കണക്കിന് സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴും എന്റെ മനസ്സിനെ ഒന്ന് ഞാനെന്ന് മാനവനൊന്ന് പരിശോധന നടത്തി. ആ സമയത്ത് എനിക്ക് ദുഃഖം വന്നു. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് എന്റെ മനസ്സൊന്ന് തിരിഞ്ഞു പോയോ? ഇല്ല. അത്ര വലിയ നഷ്ടം സംഭവിച്ചു പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് എന്റെ മനസ്സൊരൽപ്പം മാറിയില്ല. രണ്ടാമത് അത്രയും നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞപ്പോൾ, ദുനിയാവ് മുഴുവനും കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഇതാ എനിക്ക് എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സമാധാനം കൂടിയോ? ഇല്ല. രണ്ട് സമയത്തും എന്റെ ഹൃദയത്തിൽ അല്ലാഹുമായിട്ടുള്ള ചിന്തയിൽ നിന്ന് ഒരു സെക്കൻഡ് നേരം മാറിയിട്ടില്ല. അത് രണ്ട് വെച്ചിട്ടാണ് ഞാൻ അതാ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ പറയുന്നു, ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കാരണം അതാണ്. ആ മഹാനായ ശൈഖ് തങ്ങളുടെ പ്രത്യേകത. അത്ര വലിയ സൂക്ഷ്മശാലികളായ മുഖ്ലിസീങ്ങളായ അല്ലാഹുവിനെ ഇബാദത്തിനായി കഴിഞ്ഞുകൂടിയ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ മാസങ്ങളോളം പറഞ്ഞാലും തീരൂല. അവിടുത്തെ കറാമത്തുകൾ, അവിടുത്തെ സവിശേഷതകൾ, ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം കേട്ടുകൊണ്ട് എത്രയോ ആളുകൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മഹാനായ ശൈഖ് തങ്ങളുടെ ദഅവത്തിന്റെ മേഖലകൾ, അതൊന്നും പറയാൻ ഇവിടെ അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ ഇബാദത്തുകൾ നമ്മൾ ചെയ്യണം. ഇബാദത്ത് ചെയ്യുന്നത് ആ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകൾ വേദന വരുമ്പോൾ ചിന്തിക്കുന്നത്, പഠിച്ചവനെ പന്നിലേക്ക് നാളെ ഉസ്താദ് കേൾക്കുവോ, അല്ലെങ്കിൽ അപ്പുറത്തോനെ കമ്മിറ്റിക്കാരൻ നാളെ കേൾക്കൂ, നീ എന്താ വേദന വരാത്തെന്ന് കേൾക്കുവോ എന്ന രീതിയിൽ വന്നാൽ അതിന് പ്രതിഫലം കുറവാ. അതിനുണ്ടത് എന്താണ്? അള്ളാഹുവിന് വേണ്ടി ഒരു മണിക്കൂർ അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ വേണ്ടി, ഇൽമ കേൾക്കാൻ വേണ്ടി ഞാൻ വരുന്നു. ആ ഇരുത്തം അള്ളാഹു പൊരുത്തപ്പെട്ടതായിരിക്കണം, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയായിരിക്കണം. അങ്ങനെ ഏതൊരു കാര്യവും അള്ളാഹുവിന് എന്റെ പൊരുത്തത്തോടു കൂടെയാകുമ്പോഴേ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ യഹ്യാ ഉലൂബിൽ കഥ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇബാദത്ത് ഇഖ്ലാസോടുകൂടെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതിനും, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പടച്ചവന്റെ സഹായം കിട്ടുന്നില്ല. അല്ലെ? പടച്ചവന്റെ സഹായം കിട്ടുന്നില്ല നമുക്ക്. നമ്മൾ എത്ര കാലമായി വിചാരിക്കുന്നത്? പലസ്തീൻ വിചാരിക്കാൻ വേണ്ടി എത്ര കാലമായി? ഇപ്പൊ ഈ വിവാദം, ഈ പ്രശ്നം, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ? ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? എന്നിട്ട് എത്ര പള്ളിയിൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. എവിടെയാ ദുആ ചെയ്തത്? ഇവിടെയെല്ലാം ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഹറം ശരീഫിൽ പോലും നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ഇമാമിങ്ങൾ ദുആ ചെയ്യുന്നു. കേൾക്കാത്തത് കൊണ്ടാണോ? ദുആഇനെ കേൾക്കുന്നവനാണ് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. അല്ലേ? അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ദുആഇനെ കേൾക്കുന്നവനാണ്. ഫദഊനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എല്ലാം അല്ലാഹു തരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ദുആകൾക്ക് ഇജാബത്തില്ല. എന്തേ കാരണം? ഇഖ്ലാസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ പറയുന്നു, ഒരു നാട്ടിൽ ഒരു ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. ആബിദ് എന്ന് പറഞ്ഞാൽ അറിയോ? മറ്റേ ആബിദല്ല, നമ്മുടെ നാട്ടിൽ കുറെ സൈനുൽ ആബിദ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ആബിദീങ്ങളുടെ സൈൻ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു വക്ത് പള്ളിക്ക് വന്നിട്ടുണ്ടാവും. ഏതൊക്കെ കഞ്ചാവിന്റെ എന്റെ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടാവും. പേര് മാത്രം ഉണ്ടാവും. വലിയ ഇപ്പൊ നമ്മളെ UP ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരെ പേര് കേട്ടാൽ പറഞ്ഞു, അതെ എന്റെ പേർക്കല് തേപ്പറ്റ അടിക്കാട്ടുണ്ട്. അവരോട് ചോദിച്ചു, പേര് നാം ക്യാണ്? ഖാജാ മൊയ്നുദ്ദീനാണ്. മൊയ്നുദ്ദീൻ. അപ്പൊ എന്റെ ഭാര്യ റളിയല്ലാഹു അൻഹു ചിരിക്കും. ആ രീതിയിലുള്ള പേര്, എങ്ങനത്തെ പേര് ഒന്ന് കേട്ടാൽ നമ്മൾ പേര് വെക്കാൻ ഓറെ കണ്ടുപിടിക്കണോ? എന്നാലും പിന്നൊരു കാര്യമുണ്ട്, ഓരോ നിസ്കരിച്ചില്ലെങ്കിലും പേര് നമ്മളെ നാട്ടിലെ പേര്. നമ്മളെ നാട്ടിൽ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോ ഞാൻ നാട്ടുകാരോട് വെള്ളിയാഴ്ച പറയുന്ന ഒരു കാര്യം, ദുനിയാവിലെടുത്ത് ഒരു ഏറ്റവും പ്രയാസം ഉണ്ടാകുന്ന കാര്യം മസല ചോദിക്കാൻ വന്ന പ്രയാസം ഉണ്ട്. കാരണം അറിയുന്ന ഉസ്താദ്മാർ, അസ്റഫ്താരി പോലത്തെ വലിയ വലിയ ഉസ്താദ്മാർ ചോദിച്ചിട്ടെങ്കിൽ പറയാം. അല്ലെ? മറ്റുള്ള ഉസ്താദ്മാർ എന്നെ കിതാബ് നോക്കിയിട്ടെങ്കിൽ പറയാം. ഏറ്റവും വലിയ ടെൻഷനാണ് കാര്യം പേരിന്റെ അർത്ഥം കേൾക്കുന്നത്.
പേര് കേൾക്കാൻ വരുന്നില്ല. ഞാനിപ്പോ പാഠം പഠിച്ചിട്ട് ഞാൻ എന്താക്കുന്നത്, ഇതെനിക്കറിയാലാന്ന് പറഞ്ഞിട്ട് എന്റെ കടമ തീർക്കും. ഒരു 10 പേര് എഴുതി കൊടുക്കും. നല്ല ബദരീങ്ങൾ അതിൽപ്പെട്ട 10 പേര് ഈ നേരം വന്ന് വെച്ചോളൂ. ഈ നേരം വെച്ച് ഇത്ര നല്ല പേര് നിനക്ക് വെച്ചിട്ട് നിന്റെ പെഞ്ഞായിക്ക് സെലക്ട് ആയിട്ടില്ലെങ്കിൽ നിന്റെ മോന് നല്ല പേരില്ല മോനെ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ കേട്ടില്ല. പിന്നെ വേറെ അവസരം വെച്ചു നമ്മളെന്തൊക്കെ ഫസ്റ്റ് തന്നെ ഇത് ടാബ്ലറ്റ് കൊടുത്തില്ല മതി. അപ്പൊ ഈ അവസ്ഥ പേര് ഏർന്ന് വെക്കുന്ന ഈ ചങ്ങായിനോട് പേര് ഇത് അന്ന് പെറ്റിട്ട് നമ്മൾ പ്രസവിച്ചിട്ട് നമുക്ക് വിളിച്ചിട്ടല്ല പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അവനോട് ചോദിച്ചു, അങ്ങനെ ഫാമിലിയെല്ലാം ഒരാത്തുണ്ടാ കിടാവ് പേര് മുഹമ്മദ് വെച്ചത് അപ്പറ സെലക്ട് ആയിട്ടില്ല. പെട്ട് നിങ്ങായി ഇപ്പൊ സെലക്ട് ആണ് ഓന് പേര് സെലക്ട് ആണ്. ഇപ്പൊ ഈ രീതി പേര് കൊണ്ടുപോയി കളി. എന്നിട്ട് പെണ്ണുങ്ങ പറഞ്ഞാലേ പെണ്ണുങ്ങളെ കേട്ടോളി, പെണ്ണുങ്ങൾ അതെന്റെ ഫാമിലിയിലുണ്ടെന്ന് ആ പേര് വേണ്ട. ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആ പേരുണ്ട്, പിന്നെ ആ പേരാവല. ഏറ്റവും നല്ല പേര് അബ്ദുള്ള. നമ്മുടെ നാട്ടില് ഒരു 20 വയസ്സിന് 25 വയസ്സിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ബാല്യക്കാരൻ അബ്ദുള്ള എന്ന് പേരുള്ളവരുണ്ടാ? കലിഞ്ചത്തെ നാട്ടുകാരുണ്ടാ? വെറും അബ്ദുള്ള. നമ്മുടെ നാട്ടിൽ അബ്ദുള്ള പേര് പഴയ കാലത്ത് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് വിളിക്കാൻ നാട്ടിൽ ഇങ്ങനെ വിളിക്കാം, വേറെ അറിയില്ല. അതിനെല്ലാം വിളിക്കണ്ടേനൊക്കെ ഒരു ഓർവകളുണ്ട്. നമ്മുടെ നാട്ടില് 25 വയസ്സിന്റെ താഴെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാ? അബ്ദുള്ള മാത്രം പേരുള്ളത്? ഖാലി മുഹമ്മദിന് മാത്രം പേരുള്ളതുണ്ടാ? ഇല്ല. മുഹമ്മദ് ബർക്കത്തിന് മാത്രം വിളിക്കുന്ന പേര് വേറെ ഉണ്ട്. മുഹമ്മദ് പറയുന്നില്ല, എപ്പറ പറഞ്ഞാലതിന് കുറെ ആവശ്യമായിട്ട് പറയേണ്ടി വരും. മുഹമ്മദ് ബാസൂർ എന്ന് പേര് വെച്ചതിന്റെ കഥ നമ്മൾ കേട്ടതല്ലേ? മുഹമ്മദ് ബാസൂർ. ബസീർ എന്തായി? ബസീറിന്റെ ബി എടുത്ത് ആസുറാന്റെ യസു ചേർത്ത്. ഉപ്പാന്റെ പേര് ബസീർ, ഉമ്മാന്റെ പേര് ആസുറാൻ. അങ്ങനെ എന്തായി? ഉപ്പാന്റെ ബസീറിന്റെ കാരണം ജണ്ടിയാണല്ലോ. കാരണം രണ്ടാൾ കൂട്ടിട്ടാക്കിയതല്ലേ. രണ്ടാൾക്ക് ബേജാറാവുകയല്ല. ഞാൻ പക്ഷെ അതൊന്നും പ്രശ്നം കേൾക്കും. ഇത് പേര് ചില മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാർ പേര് തരുന്ന സമയം ഞാൻ പ്രശ്നം ചോദിക്കും, പെഞ്ഞാന്റെ പേരെന്താ, നിന്റെ പേരെന്ത്, ഏത് സ്പെല്ലിംഗിൽ വേണം? 2 സ്പെല്ലിംഗ് കൂട്ടിയിട്ട് ഇതാക്കിയാൽ നമുക്ക് പ്രയാസം. നമുക്ക് കഴിയില്ല. നിന്റെ സ്പെല്ലിംഗിൽ വേണം, നിന്റെ പെഞ്ഞായിന്റെ സ്പെല്ലിംഗിൽ വേണം ചോദിക്കും. അപ്പൊ ഉസ്താദ് തന്ന പേര് അങ്ങനത്തെ നന്ന കുറച്ചോ 100ൽ ഒരു 2 ഉണ്ടാവും. ഉസ്താദിന് ബർക്കത്തിന് പേര് തരീന്ന് പറഞ്ഞ് സന്തോഷമായി. ഞമ്മ നല്ലൊരു പേര് ബദരീങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല പേര് അബ്ദുള്ള മുഹമ്മദ് ഒക്കെ നമുക്കറിയാം. പക്ഷെ അത് വെച്ച് സ്വീകരിക്കുന്നില്ല. അപ്പൊ എന്താവും? ബദരീങ്ങളെ കൂട്ടത്തിൽ നല്ല നല്ല ലേറ്റസ്റ്റ് പേരുകളുണ്ട്, എന്തെല്ലാം അർത്ഥമുള്ള പേരുകളുണ്ട്. ആ പേര് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അത് നമ്മൾ ബർക്കത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ബസീറിന്റെ ബി എടുത്ത് ആസുറാന്റെ അപ്പൊ എന്തായി? ബാസൂർ എന്നായി. അതിനൊരു ബർക്കത്തിന് എന്തായി? നാമോൽക്കരിച്ച് എന്തായി? അതിനെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി മുഹമ്മദ് കുട്ടി, മുഹമ്മദ് ബാസൂർ. എന്താ അർത്ഥം? ബാസൂർ എന്ന് പറഞ്ഞാൽ മൂലക്കുരു. മൂലക്കുരു രോഗമില്ലേ? മൂലക്കൂരിന്റെ രോഗത്തിന് തൊട്ട് കാവലിനെ തൊടാൻ വേണ്ടി പഠിപ്പിച്ചൊരു കാര്യമാണ് മൂലക്കൂരിന്റെ രോഗം. ആ മൂലക്കൂരിന്റെ രോഗം ആ പേരാണ് വെച്ചത്. അതിന് മുഹമ്മദ് സ്തുതിക്കപ്പെട്ട മൂലക്കുരു. ഈ രീതിയിൽ എത്ര അർത്ഥം. മദ്രസിന്റെ ഹാജർപട്ടിക ഞാൻ 1ാം ക്ലാസ്സിന്റെ മദ്രസിന്റെ ഹാജർപട്ടിക എടുത്ത് നോക്കണോ? എന്തെല്ലാം പുതിയ നാട്ടിലേക്ക് പോയെങ്കിൽ മദ്രസിന്റെ ഹാജർപട്ടിക നോക്കണം. ആ നാട്ടിലെ മനുഷ്യന്മാർ ഈമാൻ എങ്ങനെയുണ്ട്, അവർക്ക് ഈ അവരുടെ ഇസ്ലാമിയത്വത്തിനുണ്ടെന്ന് നോക്കണമെങ്കിൽ ആ നാട്ടിലെ മദ്രസിന്റെ കുട്ടികളുടെ ഹാജർപട്ടിക നോക്കിയാൽ മതി. അതുകൊണ്ട് നല്ല പേര് വെക്കണം, നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഒരു മനുഷ്യൻ ആബിദായ മനുഷ്യൻ പറഞ്ഞ ഇബാദത്തുകാരനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നാട്ടുകാർ പോയിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഒരു മരത്തിനെ പൂജിക്കുന്നുണ്ട്, മരത്തിന് ചുറ്റുന്നുണ്ട്. രാവിലെ പോയിട്ട് ഓരോ അന്ധവിശ്വാസം, ഓരോ നാട്ടുകാരുടെ അന്ധവിശ്വാസം ഉണ്ടാവൂലേ? ഈ അന്ധവിശ്വാസങ്ങൾ കുറെ ഇന്ന് നമ്മുടെ സമുദായത്തിനുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. എല്ലാം ഒഴിവാക്കേണ്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഓരോ നാട്ടിലും അന്ധവിശ്വാസം. അങ്ങനെ ആ നാട്ടുകാരുടെ വിശ്വാസം ആ മരത്തിന് ചുറ്റിട്ട് പോയിട്ട് ഒരു 3 ചുറ്റിട്ടിട്ട് പോയാൽ അവരുടെ പണിയെല്ലാം അന്നത്തെ കാര്യങ്ങളെല്ലാം സക്സസ് ആവും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അതിനെ വിടൂല. അങ്ങനെ എന്തായി? അവരോട് ഞാൻ ഏറ്റുമുട്ടിയിട്ട് അവർ അതിനെ ആ മരത്തിനെ ഞാൻ കൊത്തിക്കളയും എന്ന് പറഞ്ഞിട്ട് ഈ ആബിദായ ഇഖ്ലാസോടുകൂടെ പോയി. അങ്ങനെ പോയിട്ട് എന്തായി? അവിടെ പോയിട്ട് ഇതാക്കുമ്പോ നാട്ടുകാർ ഭയങ്കര ഏറ്റുമുട്ടി. ഇതിനെ കൊത്താൻ ഞങ്ങൾ വിടൂല, ഇതിനെ മുറുക്കാൻ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞ് ഭയങ്കര ഫൈറ്റായി. ആ സമയത്ത് ലാനത്താകപ്പെട്ട ഇബ്ലീസ് മനുഷ്യ കോലത്തിൽ വന്നിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് പ്രശ്നം ഉണ്ടാക്കണം? അങ്ങനെ ഏറ്റുമുട്ടിയിട്ട് 2ആളും ഏറ്റുമുട്ടി. അങ്ങനെ ഏറ്റുമുട്ടിയിട്ട് അവസാനം 2ആളും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അവസാനം ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾക്കൊരു ഫർയ പറഞ്ഞുതരാം. നിങ്ങൾ എന്തിന് ആരാന്റെ കാര്യത്തിൽ ചിന്തിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ടാവില്ല, നിങ്ങൾ പള്ളിയിൽ മസ്ജിദിന്റെ കാര്യത്തിൽ പോകുമ്പോ നല്ല ആക്കാൻ വേണ്ടി പോകുമ്പോൾ പെണ്ണുങ്ങളെ ചോദിക്കും, നിങ്ങൾ എന്തിന് നാട്ടുകാരുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിന് ടെൻഷൻ ആക്കുന്നേ? നിങ്ങൾക്ക് കിടന്നുറങ്ങിയാ പോലെ
എന്ത് വണങ്ങാൻ കിട്ടി നമുക്കെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഹൈറായ ആളുകളല്ല. നാടിന്റെ നന്മക്ക് വേണ്ടി പരസ്പരം കലഹിച്ചൊരു സമൂഹത്തിനെ അവർക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഇബാദത്തിന്റെ കൂലിയാണ്. ഇബാദത്തിന്റെ കൂലിയാണ്. പരസ്പരം തമ്മിൽ ഏതെങ്കിലും മനുഷ്യന്മാർ തമ്മിൽ ചൊടിയുണ്ട്, ആ ചൊടിയുള്ളവരെ ശരിയാക്കാൻ വേണ്ടി നോക്കണം. നമ്മുടെ നാട്ടിൽ കത്തുന്ന തീക്ക് എണ്ണ വീത്തുന്നതോ പല ആൾക്കാർ പറയില്ല, കത്തുന്ന തീക്ക് എണ്ണ വീത്തുന്നേ എന്ന് പറഞ്ഞാല് ഓൻ എങ്ങനെ ചൊടിയിലുണ്ട്, ഓനെ 110 200 എത്തിക്കുന്ന എന്റെ പ്രഷറിനെ. എന്റെ ഓനെ പോയിട്ട് പറഞ്ഞേ, നീ മരിച്ചെങ്കിൽ ഓനോട് ശരിയായിരുന്ന മോനെ, മരിച്ചൊക്കെ ശരിയാണെങ്ങനെ മരിച്ചെങ്കിൽ ശരിയാവാനാണ്. മരിച്ചെങ്കിൽ പോലെ ശരിയായിരുന്ന നീ നിന്നെ പറ്റിട്ട് ഇടീ നാട്ടിലോ പാടി. ആര് പറഞ്ഞ അപ്പുറത്തോ ഈ മൂന്നാമത്തെ ഫിത്തന ഉണ്ടാക്കുന്നവനില്ലേ, ഓനാണ് ഏറ്റവും വലിയ നാടിന് നാശം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചങ്ങായിപ്പാട് ഞമ്മാക്കണ്ട. ഒരാളെ പറ്റി നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഞമ്മ ആരെ ചങ്ങായിപ്പാടാക്കുന്നത് നമുക്ക് എന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം. ഉസ്താദിന്റെ വാല്യൂ വേണ്ട, ഖുർആൻ എടുത്തിട്ട് അതിന്റെ മീനിങ് നോക്കണം, ഒന്നും നോക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളോട് വന്നിട്ട് എപ്പോഴും പിന്നീട് മൈനസ് മാത്രം പറയുന്നവരാണെങ്കിൽ ഞമ്മ മനസ്സിലാക്കിയാൽ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ ഞമ്മ മനസ്സിലാക്കണോ, ഓന്റെ മൈനസ് ഓന്റെ കുറവ് പറയും പോലെ എന്റെ കുറവ് ഓനോട് പറയുന്നുണ്ടാവും. ചില മനുഷ്യന്മാരുടെ എപ്പോഴും മനുഷ്യന്റെ മൈനസ് മാത്രം നോക്കിയിട്ട് കുറവുകൾ മാത്രം പറയുന്ന മനുഷ്യന്മാർ ചില നാട്ടിലൊക്കെ ഉള്ളതാണ്. എല്ലോ അവൻ എന്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയില്ല, ഓന്റെ കുറവുകളെ മുഴുവൻ. അങ്ങനത്തെ ആളുകളെ നമ്മൾ ചങ്ങായിപ്പാടാക്കിയാൽ നമ്മൾ ആഖിറം നഷ്ടപ്പെട്ടു പോകും, ദുനിയാവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്നവന്റെ ചങ്ങായിപ്പാട് വേണ്ട. മറ്റുള്ളവരുടെ നന്മകൾ മാത്രം പറയുന്ന, മറ്റുള്ളവരെ എപ്പോഴും നല്ലതാക്കി പറയുന്ന, പ്രശംസിക്കുന്ന ആളുകളെ അവരെ കൂടെ കൂടിയാൽ നമുക്കും അതേ സ്വഭാവം നമ്മളിലേക്ക് വരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറയുക എന്നുള്ളത് ഒരു മനുഷ്യനിക്ക് യോജിച്ചതല്ല, ഈമാനുള്ള മനുഷ്യനിക്ക് യോജിച്ചതല്ല. കാരണം എന്തേ, അതമ്മ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പൊരുത്തപ്പെടിക്കാൻ അവസരമുണ്ടായില്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഈമാന് കൂട്ടി മരിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അപ്പോ പ്രത്യേകമായ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആബിദായ മനുഷ്യനും ഇബ്ലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പോകണം, നിങ്ങൾക്ക് ഇബാദത്തിൽ പോലെ നിങ്ങൾക്ക് എന്ത് വേണ്ട, നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾ പണിക്കും പോണ്ട, ബറ കെട്ടാൻ ഒന്നും പോണ്ട, നിങ്ങൾക്കൊരു നല്ല ഒരു കാര്യം ഞാൻ ഉണ്ടാക്കി തരാം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ തലങ്ങാടി പൊന്നിച്ചിട്ട് നോക്കണം. അപ്പൊ ഉണ്ടാവും ഒരു 3 ദിർഹം, 3 റുപ്യ. നമ്മൾ ദിർഹം എന്ന് പറഞ്ഞാൽ ഒരു 3 റുപ്യ. അന്ന് ഇന്ന് 3 റുപ്യ, എന്ത് 3 റുപ്യ ചോദിക്കുക. പഴയ കാലത്ത് അന്ന് ഒരു 3 ദിർഹം എന്നൊക്കെ ദീനാർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ്. അങ്ങനെ ഉണ്ടാവും 3 സ്വർണ്ണ നാണയം, 3 സ്വർണ്ണ കോയിൻ. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കോയിൻ, 3 കോയിൻ ഉണ്ടാവും. അതെടുത്തിട്ട് നിങ്ങൾ അതിന് ജീവിച്ചാൽ മതി. അങ്ങനെ ഇയാൾ ചിന്തിച്ച് ശരിയെന്നല്ലേ, എന്തിനു കണ്ടേ ഇനെ നോക്കാൻ പോന്നെ. അങ്ങനെ എന്തായി, ഇയാൾ പോയി അങ്ങനെ കടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പോകാൻ കണി നോക്കുമ്പോ 3 ദീനാർ കിട്ടി. സന്തോഷം അതിനെ കീസരി വെച്ച് റാഹത്തായി. പിറ്റേ ദിവസം തന്നെ രാവിലെ വെച്ചിട്ടുള്ള അതിന് വേഗം പോയിട്ട് ഇനെ നോക്കുന്നേ, ഇത് കിട്ടി 3. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ ഇതില്ല. ഈ ജാതു അല്ല അങ്ങനെയല്ലേ, ഈ ജാതു നോക്കാനല്ലേ പോയിട്ടില്ല, ജാതു നോക്കാനല്ലേ പോയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. ഈ ജാതു ഈ ശൈത്വാനിയായ ചില കഴിവുകളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ഹോറുള്ള. മൂന്നാമത്തെ ദിവസത്തിൽ ഇല്ലാത്ത സമയത്ത് എന്തായി, ഒരു ചൂട്ട് തന്റെ കൊടാലി എടുത്തിട്ട് മടുവെടുത്തിട്ട് പോയി മരത്തിനെ കൊത്തു. ഓൻ എന്നെ തോപ്പിച്ചിനി ആരോ എന്ന് ഞാൻ മരത്തിനെ കൊത്താതെ വിടൂല. അങ്ങനെ എന്തായി, ഇബ്ലീസ് പോയി അതേ കോലത്തിൽ അയാൾ വന്നിട്ട് പറഞ്ഞ് എന്നെ കൊത്താൻ വിടൂല. അങ്ങനെ ഏറ്റുമുട്ടി. അന്ന് ആര് വിജയിച്ചു? ഈ മനുഷ്യൻ വിജയിച്ചു, ഇബ്ലീസ് തോറ്റു. രണ്ടാമത് പോയപ്പോൾ ഇബ്ലീസ് വിജയിച്ചു, ഇയാൾ തോറ്റു. കാരണം എന്താണ്, അന്നയാൾ പോയത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. ജനങ്ങളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ നാട്ടുകാർ ചെയ്യുന്നത് കൊണ്ട് അതിനെ തടഞ്ഞിട്ട് തൗഹീദിലേക്ക് ജനങ്ങളെ ഉറപ്പിക്കാനുള്ള നിയ്യത്തോടുകൂടെ പോയപ്പോൾ ഇബ്ലീസ് അങ്ങ് തോറ്റുപോയി. രണ്ടാമത് ഇയാൾ പോയത് എന്ത് ചൊടിയില്? മരത്തിനെ ഇബാദത്ത് ചെയ്യുന്ന പൂജിക്കുന്ന ദേശത്തിലല്ല. ഇയാൾക്ക് 3 ദീനാർ കിട്ടാത്തതിന്റെ ചൊടിയിലാണ് അയാൾ പോയത്. അയാൾ നിയ്യത്ത് മാറിയപ്പോൾ അള്ളാഹുവിന്റെ സഹായമില്ലാതെയായി. ഈ രീതി ഇത് ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഒരു ഉദാഹരണമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാതെ പോകുന്നത്, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സഹായം നമുക്ക് ലഭിക്കാതെ പോകുന്നത്, നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തില്ലാതെ പോകുന്നത്, എത്രയോ ഖുതുബിയത്തിന്റെ നേർച്ചകൾ മഹാന്മാർ
മഹാന്മാർ ഉണ്ടാക്കി തന്നതാണ്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു 1000 വട്ടം മഹാനായ ശൈഖ് തങ്ങളെ വിളിച്ചിട്ട് അതിന്റെ ഫലം കണ്ടിട്ട് അവർ ആസ്വദിച്ചിട്ട് ശൈഖ് തങ്ങളുടെ റൂഹ് അവിടെ നിന്ന് ഹാദിറായിട്ട് അതിന്റെ ഫലം ആസ്വദിച്ചിട്ട് ഉണ്ടാക്കി തന്ന ഇജാസത്ത് മുഖേന ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളുടെ പേരിലുള്ള ഖുതുബിയത്ത് ഉണ്ടാക്കിയതാണ്. പഴയ കാലത്ത് ഇവിടെ ജീവിച്ച മുൻഗാമികളായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരും മഹത്തുക്കളായ ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ മുൻഗാമികൾ മുഅ്മിനീങ്ങളൊക്കെ അതിന്റെ ഫലം ആസ്വദിച്ചവരാണ്. ഇന്നോ ഖുതുബിയത്ത് കൊണ്ട് അതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? നമ്മുടെ മനസ്സിൽ യഖീനില്ല, ശൈഖ് തങ്ങളോടുള്ള ബഹുമാനമില്ല, ആ ഖുതുബിയത്തിന്റെ ആദാബുകൾ പാലിക്കുന്നില്ല. പള്ളിയിലൊക്കെ ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ ഖുതുബിയത്ത് ഉസ്താദ് തുടങ്ങുമ്പോ ഉണ്ടാവും 30 ആള്, തുടങ്ങിയിട്ട് ബൈത്ത് തീരുമ്പോണ്ടാവും 60 ആവും, 60 കഴിഞ്ഞിട്ട് ബൈത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറക്കാന്ന് പറയുമ്പോൾ 100 ഉണ്ടാവും. ദുആ കഴിഞ്ഞ് അവസാനം ഖുതുബിയത്ത് ലൈറ്റ് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടുമ്പോണ്ടാവും 550 ആള്. എല്ലാം പകുതിയിൽ നിന്ന് വന്നതാണ്. എത്രയോ ആളുകൾ തലമറക്കാത്തവർ, നിസ്കരിക്കാത്തവർ, താരിഖുസ്സലാത്തികളായ ആളുകൾ, ശൈഖ് തങ്ങളുടെ വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണോ ഖുതുബിയത്തിന് വന്നത്? ഖുതുബിയത്തിന് വന്നത് പത്തലിക്കറിന്റെ കെട്ടുകൊണ്ട് വരാൻ വേണ്ടി വന്നതാണ്. വരുമ്പോ കുറച്ച് ഉസ്താദിന്റെ ഖുതുബത്ത് പുതിയ ഉസ്താദിന്റെ കുറച്ച് ലേറ്റാവും, ഇന്നത്തെ ഉസ്താദിന്റെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ല സംഭാവന എല്ലാവരും കൊടുത്ത് സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന ഓരോ സദഖകളും നമ്മൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഖുതുബിയത്തിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഒരുപാട് മര്യാദകൾ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ 12 റക്അത്ത് നിസ്കാരങ്ങൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഫഖ്റുദ്ദീൻ തങ്ങളുടെ അടക്കമുള്ള ബഹുമാനത്തിൽ മരമോട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ രാമന്തിരി തങ്ങന്മാരുടെ ഇജാസത്ത് പ്രകാരം ഖുതുബിയത്തിന്റേതായ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബൈത്ത് പാടേണ്ടത്. അല്ല, ബൈത്ത് പാടിയതിനു ശേഷമാണ് നിസ്കാരം കണ്ടത്. അതുപോലെ മങ്കൂസ് ഓതിയതിനു ശേഷമാണ് ഖുതുബിയത്ത് പഠിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ആദാബുകളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഖുതുബിയത്തിന്റെ തുടക്കത്തിലുള്ള 12 റക്അത്ത് തവാഫും നാജിത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ബൈത്തിനുള്ള ജവാബ്, അത് കഴിഞ്ഞിട്ട് 1000 വട്ടമുള്ള വിളി, അതെല്ലാം ഇഖ്ലാസോടുകൂടെ ശൈഖ് തങ്ങളുടെ ആദബ് പാലിച്ചുകൊണ്ട് വിളിക്കണം, ബഹുമാനത്തോടുകൂടെ വിളിക്കണം. എന്നാലേ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുള്ളൂ. പകുതിയിൽ വന്നിട്ട് കൂടിയാലൊന്നും അങ്ങനെ അതിന്റെ ഫലം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇരിക്കുന്ന മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, ആദബ് പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോ നമ്മളായിരിക്കുന്ന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിന് വേണ്ടി എന്നുള്ള ഒറ്റ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു കാണുന്നുണ്ട്, റബ്ബിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ്, അവന്റെ പൊരുത്തത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ എത്തണം, സ്വർഗ്ഗത്തിലേക്ക് എത്തണം. സ്വർഗ്ഗം മാത്രം ലക്ഷ്യമാകരുത്. സ്വർഗ്ഗം അല്ലാഹു നമ്മളെ പൊരുത്തപ്പെട്ടാൽ നമുക്ക് എന്തും അല്ലാഹു തരും. അള്ളാന്റെ പൊരുത്തം നമുക്ക് കിട്ടിയാൽ, അള്ളാഹു നമ്മളെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ എന്തും സ്വർഗമല്ല എല്ലാ സുഖങ്ങളും അള്ളാഹു തരും. നമ്മുടെ ലക്ഷ്യം വെറും സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രമായി പോകരുത്. ഇതെല്ലാം മഹാന്മാരാണ്, സൂഫിയാക്കൾ നമുക്ക് പറഞ്ഞു തന്ന കഥകളാണ്. അപ്പോ നമ്മളാ എല്ലാവരും സ്വർഗത്തിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗം വേണം സ്വർഗം വേണം എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും ഉണ്ടോ? കഞ്ചാവ് വിളിച്ചിട്ട് റോഡിൽ പിടിക്കുന്ന റോഡിൽ അറ്റം വിട്ടുണ്ടാവും. ഓനോട് വിളിച്ചിട്ട് സ്വർഗം വേണമെന്ന് കേട്ടാൽ ഓന് വേണമെന്ന് പറയോ വേണ്ടെന്നറിയോ? ഒച്ച ബോധമുണ്ടെങ്കിൽ വേണമെന്ന് പറയില്ലേ? അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ എന്താക്കിയാൽ മതി? പാടാതിന്റെ അടുത്തൊരു സ്വർഗമുണ്ട്, അവിടെ കൊണ്ടു കിട്ടാൻ മതി. അല്ലെ, ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എന്താക്കാം, ഇപ്പൊ നിനക്ക് ഈ സ്വർഗം നീ എടുത്ത് നേരായിട്ട് വന്നിട്ട് പള്ളിക്ക് നിസ്കരിച്ചിട്ട് എല്ലാം നല്ല ഇബാദത്തെല്ലാം എടുത്തതിന് ശേഷം നിന്നെ നല്ല സ്വർഗത്തിലേക്ക് എത്തുന്ന പണി ഞാൻ എടുക്കാം. ഇപ്പൊ നീ പാടാതെ സ്വർഗത്തിലേക്ക് പോയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വർഗം എല്ലാവർക്കും പോണം. സ്വർഗം കിട്ടും. അല്ലാഹു നമ്മൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഒന്ന് ജോറാങ്ങിയാക്കോ. അല്ലാഹു നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇബാദത്ത് ചെയ്യാൻ സന്മനസ് അല്ലാഹു നൽകട്ടെ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. സൂറത്തു ആലി ഇംറാൻ വിശാലമായി സ്വർഗ്ഗത്തിന്റെ ഔസാഫുകൾ പറയുന്നുണ്ട്. സ്വർഗ്ഗത്തിന്റെ കഥകൾ പരിശുദ്ധ ഖുർആനിൽ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗ്ഗം എങ്ങനെയുള്ളതാണ് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിന്റെ അതിന്റെ അടയാളങ്ങൾ, സ്വർഗാവകാശികളുടെ ലക്ഷണങ്ങൾ, ആർക്കാണ് സ്വർഗ്ഗമുള്ളത്? ആ സോസാരിഹു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാത്. ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വളർന്നു വരിക, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേക്കുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ, സ്വർഗ്ഗം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്താ സ്വർഗ്ഗത്തിന്റെ വിശാലത എന്നറിയുമോ? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശ ഭൂമികളോളം വിശാലതയുള്ളതാണ്
സ്വർഗത്തിന്റെ ഒരു കൊട്ടാരം എത്രയാണ്, സ്വർഗത്തിന് കിട്ടുന്ന ഒരു മരത്തിന്റെ വിശാലത എത്രയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ വിശാലത എത്രയെന്നറിയുമോ? വൈകുന്നേര സമയത്ത് ആ ജനങ്ങൾ ടൈം പാസിന് വേണ്ടി സ്വർഗാവകാശികൾ പോയിരിക്കുന്ന ഒരു മരമാണ്, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള ഒരു മരമാണ്. ആ മരത്തിന്റെ വിശാലത ഒരു കുതിര സവാരിക്കാരൻ 500 കൊല്ലക്കാലം ചുറ്റിയാലും അതിന്റെ ഒരു തലയിൽ നിന്ന് മറുതല എത്തിക്കാൻ സാധ്യമല്ല. മനസ്സ് കേൾക്കുമ്പോൾ തന്നെ അത് കാണണം, കിട്ടണം ആഗ്രഹം വരുന്നില്ലെങ്കിൽ ഈമാന് തീരെ ഇല്ലാന്നർത്ഥം. വേണ്ടേ? ദുനിയാവ് എന്താണ്? ദുനിയാവ് മുഴുവനും കിട്ടിയാലും സ്വർഗത്തിന്റെ ഒരു തരി മണ്ണിനിക്ക് സമാനമല്ല ഈ ദുനിയാവ്. കോടി വിലയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കളും, സ്വർണം, മുത്ത്, രത്നങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയാലും, അത് മുഴുവനും ഒരു മനുഷ്യന് കിട്ടിയാലും സ്വർഗത്തിന്റെ ഒരു തരി മണ്ണിനിക്ക് ആ സകല ദുനിയാവ് വിലമതിക്കൂല. അത്രയും വിശാലമായ സ്വർഗം ആർക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നതെന്നറിയുമോ? അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. ആരാ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ. ഇന്തിദാരു അവാമിരില്ലാഹി വജിതിനാബു നവാഹി, അല്ലാഹുവിന്റെ മുഴുവൻ കൽപ്പനകളും അനുസരിക്കുന്നവർ, അല്ലാഹുവിന്റെ വിരോധങ്ങൾ മുഴുവനും അത് മുഴുവത്തിൽ വെടിയുന്നവർ, അല്ലാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ ഒഴിവാക്കി നിൽക്കുന്നവർ, പലിശ കച്ചവടം നടത്താത്തവർ, പലിശയ്ക്ക് വേണ്ടി പണം കൊടുക്കാത്തവർ, വാങ്ങാത്തവർ, അതുപോലെ തന്നെ ഹറാമായ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാത്തവർ, ഹറാമായ പുരുഷന്മാരുടെ മുഖം കാണാത്തവർ, ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ, ഗീബത്തുകൾ, നമീമത്തുകൾ, ഫസാദുകൾ ഒഴിവാക്കുന്നവർ, ഹറാമായ മുഴുവൻ കാര്യങ്ങളും ആധുനിക ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അടിമകളായ ചെറുപ്പക്കാർ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പൊന്നു സഹോദരാ, ജീവിതത്തിൽ തൊട്ടുപോകരുതേ. നിന്റെ നാവ് ഉപയോഗിച്ച്, നിന്റെ വായു ഉപയോഗിച്ച് ഒരു നേരത്തെ കഞ്ചാവ് നീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറലോകത്തിലേക്ക് എത്തുമ്പോൾ, തബറാകുന്ന ഇരുട്ടറയിലേക്ക് എത്തുമ്പോൾ നിന്റെ നാവനക്കാൻ സാധ്യമല്ല. എന്ന് ചോദിക്കുമ്പോൾ നിന്റെ കഞ്ചാവ് കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട്, കള്ളിന്റെയും മദ്യത്തിന്റെയും അടിമയായി നീ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ പൊന്നു സഹോദരാ, മലായികത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ നിനക്കൊരുത്തരം പറയാൻ കഴിയൂല. എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നൊരു അട്ടഹാസിക്കുന്നു. ആ അട്ടഹാസത്തിന്റെ ശബ്ദമെങ്ങാനും ഭൂമി ലോകത്തുള്ള മനുഷ്യർ കേട്ടാൽ അവരങ്ങ് ബോധം കെട്ടുപോകൂ. അത്രയും ഭയാനമായ ഖബറിലേക്ക് നീ പോകണ്ടേ ഭൂമിനെ? അതെപ്പോഴാന്നറിയൂല. ഇന്നാണോ നാളെയാണോ എന്നറിയില്ല. ഇന്ന് വൈകുന്നേരം വാട്സപ്പ് തുറന്നപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരു മുതഅല്ലിമിന്റെ വെള്ളത്തിൽ മുങ്ങി മരണത്തിന്റെ വാർത്ത കേട്ടില്ലേ? 18 വയസ്സായ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ മരണ വാർത്ത കേട്ടു എങ്കിൽ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചോ, ഇതെന്റെ അവസാന ദിവസമാണ്, അവസാനത്തെ കുളിയാണ്, എന്റെ ഉപ്പാനെ കാണാനില്ല, എന്റെ ഉമ്മാനെ കാണാനില്ല. ഒരു ചിന്ത പോലും ചിന്തിച്ചില്ല, ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാ, ആഖിറം വെളിച്ചമാക്കണം അല്ലാ, കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാ. അത്തരം അപകട മരണങ്ങളെ തൊട്ട് നിങ്ങളെയും ഞങ്ങളെ മക്കളെയും കാക്കണേ റബ്ബേ. ഇങ്ങനെ എത്ര മരണങ്ങളാ റോഡുടനീളം ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്ന 18, 20, 30 വയസ്സായ ചെറുപ്പക്കാർ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളായി ലക്കും ലകാനില്ലാതെ ബോധം കെട്ടുകൊണ്ട് അവർ ഓടിക്കുന്ന ബൈക്കിന്റെ കാറിന്റെ കൺട്രോൾ കിട്ടാതെ ഏതോ പോസ്റ്റ് കമ്പത്തിലേക്ക്, റോഡിലുള്ള ഏതോ കമ്പൗണ്ടിലേക്ക് അടിച്ച് മുമ്പിലൂടെ ഓടിപ്പായുന്ന വലിയ ലോറികൾക്കോ ബസ്സുകൾക്കോ ഓടിച്ച് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ മരണപ്പെടുമ്പോൾ ആരാ ഇതിന് ഉത്തരവാദി?
അവരെ മാത്രം പറയണ്ട, ഉപ്പമാരെ ഉമ്മമാരെ, നിസ്കരിക്കുന്നവരായിരിക്കാം, നോമ്പനുഷ്ഠിക്കുന്നവരായിരിക്കാം, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളെ മക്കൾക്ക് ധാർമ്മിക ബോധമുണ്ടാക്കി കൊടുത്തിട്ടില്ല, നിങ്ങളെ മക്കൾക്ക് ഇസ്ലാമിയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പള്ളിക്ക് നിസ്കരിക്കാൻ വരുമ്പോ 18കാരനെ കൊണ്ടുവന്നിട്ടില്ല. ഉമ്മ, നീ എടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോ, നീ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന പരിശുദ്ധ ഖുർആൻ ഉരുവിടുമ്പോൾ, നിന്റെ 17ഉം 18ഉം വയസ്സായ പെണ്ണുമോൾ മൊബൈൽ അടിയിട്ടായിക്കൊണ്ട് അന്ന് തോന്നിവാസത്തിന്റെ അടിമയായി കഴിയുമ്പോ അവർക്കൊരു ഉപദേശം കൊടുത്തോ, ഇവര് നാളെ ആഖിറത്തിൽ നമുക്ക് കേടായി സാക്ഷി പറയൂലേ. അതുകൊണ്ട് ഇത്തരം മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ തോന്നിവാസത്തിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഈ സമുദായത്തിനെ രക്ഷിക്കേണ്ടത് ഉമറായിന്റെയും ഉലമായിന്റെയും ബാധ്യതയെക്കാളപ്പുറം അവരുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെ ബാധ്യതയല്ലേ. ഞാൻ ചോദിക്കട്ടെ, കെലിഞ്ചിയുടെ 220 വീട്ടുള്ള ജമാഅത്തിന് ഈ മജ്‌ലിസിൽ വന്ന കൂട്ടത്തിന് 20 വയസ്സിനേക്കാളും താഴെയുള്ള എത്ര ബാല്യക്കാരെവിടെയുണ്ട്? ഉമ്മ, നീ ഒന്നോന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്ക്. നിന്റെ വീട്ടിലില്ലേ 18കാരന്, നിന്റെ വീട്ടിലില്ലേ 17കാരന്, നിന്റെ വീട്ടിലില്ലേ 22, 30, 26 വയസ്സായ ബാല്യക്കാർ. അവർ വയലിന് വന്നോ? അവർ ഇൽമിന്റെ മജ്‌ലിസിലുണ്ടോ? അവർ മജ്‌ലിസുന്നൂറിന്റെ ആത്മീയ മജ്‌ലിസിലുണ്ടോ? അവർ തോന്നിവാസം നാട്ടിൽ ഫെഡ്ലൈറ്റ് വെച്ച് വെച്ചാൽ, കബഡി കൊല്യാട്ടം കളിച്ചാൽ, എന്തെങ്കിലും തോന്നിവാസം ഇവിടെ നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ ഫെഡ്ലയിലേക്കും അതുപോലെ തന്നെ കബക്കയിലേക്കും പുത്തൂരിലേക്കും പോയവരല്ലേ? പുത്തൂർ എക്സ്പോ കാണാൻ വേണ്ടി പോയവരല്ലേ അവർ? എന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ അവരെ കൊണ്ടുവന്നില്ല. ഇതിന് ഉത്തരവാദി ഉപ്പമാരായ നിങ്ങളാണ്. അവർ നാളെ ആഖിറത്തിന്റെ മണ്ണിലേക്ക് എത്തിയാൽ, മഹ്ശറയുടെ മുറ്റത്തേക്ക് എത്തിയാൽ, ഉപ്പാന്റെ പെരടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളിയിടുന്ന മക്കളായി വരൂലേ? അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സ്വർഗ്ഗം മുത്തഖീങ്ങൾക്കാണ്. ആരാ മുത്തഖീങ്ങൾ? ആരാ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഹി വല്ലറായി വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഹി വല്ലറായി, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ അടയാളമാണ്. അവർ സന്തോഷവേളകളിലും അവർക്ക് ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവരാണ്. കെലിഞ്ചയുടെ ജമാഅത്ത് പള്ളിയുടെ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, എത്ര മാസമായി? 230 വീടുള്ള ജമാഅത്തിന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ട പണം സ്വരൂപിക്കാൻ കഴിയാതെ പള്ളിയുടെ പണിയുടെ വെണ്ടിങ് ആണെന്നറിഞ്ഞാൽ ആരാ ഉത്തരവാദി? ആരുടെ കയ്യിലെല്ലാം ബാങ്ക് ബാലൻസ് ഉണ്ട്? ആരുടെ കയ്യിലെല്ലാം എന്തെല്ലാം പണം ബാലൻസ് ഉണ്ട്? അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തില്ല. ഓരോരുത്തന്റെ വീടിന്റെ വലിപ്പം എത്ര? 65ഉം 75ഉം 1 കോടിയുടെയും വീടുണ്ടാകുമ്പോ 250 വീട് 220 വീടുള്ള ജമാഅത്തുകാർക്ക് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി 1 കോടി 1.5 കോടി സ്വരൂപിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലേ നമുക്ക് സമ്പത്ത് തന്നത്? എന്റെ കയ്യിലുള്ള 10 രൂപയുടെ നോട്ടും എന്റെ കയ്യിലുള്ള 500ന്റെ നോട്ടും എല്ലാം എന്റെ റബ്ബ് തന്നതല്ലേ? അല്ലാഹുവിന് വേണ്ടി കൊടുത്തോ. വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? മരണത്തിന്റെ സക്കറാത്തിന്റെ വരിയിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ പറയുമത്രേ, എന്റെ കഥയാ കേൾക്കുന്ന നിങ്ങളെ കഥയാ. സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് ആഹ്ലാദങ്ങളും ആഡംബരങ്ങളും തന്റെ അഹങ്കാരവും കാണിച്ചു നടക്കുന്ന ഉമ്മ
40ഉം 50ഉം സ്വർണ്ണ പവൻ ഉണ്ടായിട്ട് ഒരു പവൻ കൊടുത്താൽ അത് 55,000 60,000 രൂപ വിലക്കുന്ന സ്വർണ്ണാഭരണം നിന്റെ കയ്യിലുണ്ടായിട്ട് അള്ളാന്റെ പള്ളിയിലാ പണി നടക്കുന്നു. ഞാൻ നാളെ മരിച്ചാൽ എന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് കബറാകുന്ന ഇരുട്ടറയിൽ കൊണ്ടുപോയി വെക്കുമ്പോ മലക്ക് ചോദിക്കൂലേ, ഉമ്മാ ഈ പള്ളിയുടെ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, മാസമായില്ലേ? നിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം എടുത്തിട്ട് ഇതെന്റെ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, ഞാൻ കിടക്കുന്ന ഖബറിന്റെ അടുത്തുള്ള പള്ളിക്ക് വേണ്ടി എന്റെ വകയായി അതിയെ കൊടുത്തോട്ടെ എന്നൊരു ബോധം വന്നിട്ടുണ്ടോ ഉമ്മാ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ചിന്തിച്ചോ, ഭർത്താവിന്റെ അനുമതിയോടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോടൊക്കെ ചോദിച്ചിട്ട് നാളെയും മറ്റന്നാള് പരിപാടി നടക്കുമ്പോ ഉമ്മോ തന്റെ കയ്യിലുള്ള ഒരു വളയെടുത്തിട്ട് റബ്ബേ ഇത് ഞാൻ കൊടുക്കുന്നത് ഇത് ദുനിയാവിന് വേണ്ടിയല്ല, എന്റെ ആഖിറം നന്നാകാനാണ്, എന്റെ ഖബറിൽ വെളിച്ചമുണ്ടാകാനാണ്. അങ്ങനെ കൊടുക്കുന്ന സന്മനസ്സുണ്ടോ? അല്ലദീന യുംതികൂന ബിസ്സറാഹി വല്ലറാഹ്, സന്തോഷമുള്ള സമയത്തും കച്ചവടം മുഴുവൻ നാശത്തിലായി നഷ്ടത്തിൽ പ്രയാസമുള്ള സമയത്തും അവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാ. നല്ല ലാഭം കിട്ടിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, പള്ളിക്ക് 10,000 കൊടുത്തു, പിറ്റത്തെ മാസത്തിൽ കുറച്ച് ലാഭം കുറഞ്ഞു, അപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉസ്താദ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കൊല്ലം പള്ളിക്ക് 10,000 തന്നിട്ടുണ്ട്, ഈ കുറി ഫുള്ള് ലോസ്. ഇബ്ലീസ് വന്നിട്ട് പറയിപ്പിക്കുന്നത് അങ്ങനെ, ഞാൻ കഴിഞ്ഞ കുറി ഞാൻ നല്ല നിയത്താക്കിന് 10,000 കൊടുത്തു, ഈ കുറി 20,000 ലാഭം വെച്ചിന്, ഈ കുറി 5,000 ലാഭം. അപ്പൊ എന്തായി, പള്ളിക്ക് കൊടുത്തങ്ങല്ലേ ഞാൻ അവസാനം ഇല്ല. ഈ ഒരു വാക്ക് മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് ചിന്തിക്കാൻ പോലും പാടില്ല. ഈമാനുള്ള മനുഷ്യനിൽ നിന്ന് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ദീനിന് വേണ്ടി കൊടുത്തിട്ട് നഷ്ടം എന്ന വാക്ക് അത് വന്നു പോകരുത്. ചിന്തിക്കേണ്ടത് പരീക്ഷണമായിരിക്കും. കാരണം അള്ളാഹുവിനേക്കാളും വല്ല ഖൈറായ ആഖിറത്തിൽ വെച്ചിട്ടുണ്ടാകും, നാളെ ഇതിനേക്കാളും ഖൈറായത് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കണം. അങ്ങനെ സന്തോഷമുള്ള സമയത്ത് എപ്പോഴും അവനവന്റെ കഴിവിന്റെ പരമാവധി ഒരു സദഖ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി ആവശ്യത്തിന് ചെലവാക്കണം. എപ്പോഴും അവനവന്റെ കൈവശത്തിൽ ഈ മാസം 10,000 കൊടുത്ത അടുത്ത മാസം 10,000 കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ മാസം ആകെ 2,000 500 എടുത്ത് കൊടുത്തു. പിറ്റത്തെ മാസം വന്നു 50,000 ലാഭമായി. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ പള്ളി ഒന്ന് പൂർത്തിയായി കാണട്ടെ, ഒരു 10,000. ഇങ്ങനെ സന്തോഷ വേളകളിലും ദുഃഖപോലും കൊടുക്കുന്നത്. വിശാലമായി വിശദീകരിക്കേണ്ട ആയത്താണ്, വളരെ സമയം പിടിക്കും, പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദേശം മടക്കി വെക്കുന്നവനാണ്. ദേശം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. മഹാനായ തഴവസ്ഥാത് പാടിയതാണ്. ദേശം വിഴുങ്ങിക്കോ ഹബീബേ, ദേശം വന്നാൽ ദേശത്തിനെ അടക്കി വെക്കണം എന്നുള്ളതാണ്. പ്രഷർ കൂട്ടണം, പ്രഷർ ഞങ്ങൾ സാധാരണ പറയുന്നില്ല, നമുക്ക് പ്രഷർ കൂടിയാൽ പള്ളിയിലുള്ള കളണ്ടായിട്ട് എന്തെങ്കിലും വെട്ടിങ്ങിനകത്ത് കളണ്ടായിട്ട് അടിക്കാൻ പിടിക്കാതെ പോയി കേൾക്കുമ്പോൾ പറയുന്നത് പ്രഷർ കൂടിച്ച് അടിച്ചു. ഞാൻ ചോദിക്കുന്നത്, റോഡിൽ പോകുമ്പോ ഏതെങ്കിലും പാപത്തിനോട് നമ്മൾ ബൈക്കിൽ പോകുമ്പോ ഒറ്റ റോങ്ങിൽ വന്നെങ്കിൽ നമ്മൾ എന്താവും, നമ്മൾ നിർത്തിയിട്ട് ഉള്ളവന്റെ നാലിനെല്ലാം വിട്ടിടും. പോലീസുകാർ വന്നിട്ട് കുറച്ചെന്തായി നമ്മളോട് വന്നിട്ട് വെറുതെ ഞമ്മൊന്നും ആക്കിയിട്ടില്ല, നമ്മളെ സൈഡിലേ പോയിന്നെ, റോങ് സൈഡിലൊന്നും പോയിട്ടില്ല. പോലീസ് വിളിച്ചിട്ട് പറഞ്ഞ് ഈ റോങ് സൈഡിൽ നോക്കിയിട്ട് ഏക്കെ പറയാം എന്തായി നമ്മളെ ചെക്കി പ്രഷർ കൊടുന്ന പോലീസ് നമ്മളെ വിമർശിച്ച് പ്രഷർ കൊടുന്ന ഇല്ല. എന്തേ കാരണം? അവിടെ പോലീസിന്റെ പേടിയുണ്ട്, മറ്റവനെ പേടിയില്ല. പേടിയുള്ളവരെ പ്രഷർ വരുന്നില്ല, പേടിയുള്ളവരത്തേക്ക് ഇല്ലാതെ എത്തുമ്പോ പ്രഷർ ഹൈ പ്രഷറിന്റെ ആടെ വരുന്നില്ല. ഇത് പ്രഷറല്ല, നിന്റെ ഈമാൻ കുറഞ്ഞതാണ്. ചൊടി വന്നാൽ എന്താക്കണം? ചൊടി വന്നാൽ ഭയങ്കര പ്രശ്നം. നല്ല കോയിന്റെ കറി 10 ആക്കിയിട്ട് വെക്കണം പറഞ്ഞു. അങ്ങനെ ഓക്കെന്തായി പറഞ്ഞ പുരുഷത്തിൻ്റെതായി. അങ്ങനെ നോക്കുമ്പോൾ ഉച്ചക്കത്തെ കറിയും 10 കൊടുത്ത് വെച്ച് വെച്ചിട്ട് കുറച്ച് പത്തിനും കറിയും പോയി. നാളെ സാണ് മോനായിട്ടൊരു സാണ് നല്ലതോ കള്ളർക്കെന്ന് കൊടുത്തിട്ടേ അതും പൊട്ടിട്ട് പോയി, അതിന്റെ പൈസ പോയി. അല്ലെ? ഈ രീതിയിലല്ലേ നമ്മളെ അവസ്ഥ. ദേഷ്യം വന്നാൽ ചൊടി വരുമ്പോ അപ്പൊ പറയണം എന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ പോയിട്ട് എന്താക്കണം? കൗന്നിന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ പൈപ്പിന്റെ അടുത്ത് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് എന്താക്കണം? ഒതുകൊടുത്തിട്ട് പറഞ്ഞു. ഒതുകൊടുത്തിട്ടാകുമ്പോ എന്തായി?
ചൂട് 110 ഉള്ളത് 80ലേക്ക് വീയും. കുറച്ചു നേരം വന്നിട്ട് ഓഫീസ് റൂമിൽ ഡോർ അടിച്ചിട്ട് കുറച്ചു നേരം ഇരുന്നാൽ മതി, എല്ലാം ശരിയാണ്. എന്തേ ഒതു എടുക്കാൻ കാരണം? ശൈത്വാൻ അല്ലാഹു പഠിച്ചത് എന്തിൽ നിന്നാണ്? തീയിൽ നിന്നാണ്. അതാണ് നമ്മൾ പറയുന്നത്. ചൂടാക്കണ്ടെന്നല്ലേ പറയുന്നത്? എന്നെ ചൂടാക്കണ്ടെന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ ആമിറാക്കാൻ വിടണ്ട. ചൂടാന്ന് ഇപ്പൊ തടി ചൂടാണ്. നിങ്ങൾക്ക് ഭയങ്കര ചൂടായിട്ട് തനിയുള്ള ഫുള്ള് ചൂടായിട്ടുണ്ടാവും, വീട്ടായിട്ടുണ്ടാവും. അല്ലെ, പനി എന്നിട്ടല്ല, അത് ശൈത്താൻ വന്നിട്ടുണ്ടാവും നമ്മളെ തടിയിൽ ഫുള്ള്. മനുഷ്യന്റെ ചോര നടക്കുന്ന സ്ഥലത്തല്ല ശൈത്താൻ പ്രവേശിക്കുന്ന തടിയെല്ലാം ചൂടായിട്ടുണ്ടാവും. ആ ചൂടാകുമ്പോൾ എന്താക്കണോ? വേഗം പോയിട്ട് ഉണ്ടാക്കാം, ഒരു ഉദോടത്തിന് വരാം. ഉദോടത്തിന് വരുമ്പോ എന്താവും? പെഞ്ഞായിന്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്താവും? ഓന്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എത്ര പൊരേല് ചോടി വന്നത് 3 തലാക്കും ചൊല്ലി, 3 തലാക്കും ചൊല്ലി പിറ്റേ ദിവസം വടക്കെ തന്നെ പച്ച ഹറാമല്ലേ? 3 തമാശക്ക് തലാക്ക് സംഭവിക്കുന്നതാണ്. ചോദിച്ചിട്ടുണ്ടായി, പിന്നെ 3 തലാക്കിന്റെ നിപ്പന്റെ പേർക്ക് പോ. ചെല്ലനോട് കൂടെ എന്തായി? തളച്ചിട്ട് തെറ്റി. പിന്നെ ഇല്ല, പിന്നെ അപ്പുറത്തെ വാത്തമ്മാവും നിന്റെ പേരുള്ള വാത്തമ്മ അതേപോലെ ഓളെ നോക്കുക, അതേപോലെ തന്നെ അന്യ പെണ്ണായി. തമാശക്ക് പോലും തലാഖിന്റെ വാക്ക് പറഞ്ഞു പോകരുത്. ഇതല്ല കാരണം നമ്മുടെ ദേശം വരുമ്പോ കൺട്രോൾ കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവസാനിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, ജനങ്ങൾക്ക് മാഫ് കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈമാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഓരോരുത്തരുണ്ടാവും 45 കൊല്ലം പിന്നെ ഉപ്പാന്റെ സ്വത്ത് ഓതി വെക്കുമ്പോ ചോദിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ ഓന് 85 വയസ്സായിട്ട് ഓന് ലത്തുണ്ടെങ്ങാനില്ലാതെ ഓനെന്തായി അത്തുംപിത്തായിട്ട് പെരുടെ ഉള്ളിൽ ഇരിക്കുമ്പോ ആചാർ പോയിട്ട് നാട്ടുകാർ കമ്മിറ്റിക്കാർ പോയിട്ട് ഉസ്താദെല്ലാം പോയിട്ട് പറഞ്ഞു, ആചാരെ മരിക്കണ്ടേ, ഖബറിലേക്ക് പോണ്ടേ, ഒന്ന് പെങ്ങളോട് ചൊടിച്ചിട്ടില്ലേ, അനിയനോട് ചൊടിച്ചിട്ടൊന്ന് നേരാവാ, ഓനെ പിടിച്ചിട്ടുള്ള ഓനോട് നേരായിട്ടുള്ള സ്വർഗ്ഗാనికి വേണ്ട. തീർന്നു, ആൾക്ക് തീർന്നു. ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് വരുന്ന കടന്നിട്ട് പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു കേൾക്കാം. ഒരു മനുഷ്യന് ഖബറിൽ പോയിട്ട് കുടുംബ ബന്ധം മുറിച്ച ഒരു മനുഷ്യന് ഖബറിൽ കടന്നിട്ട് വരുന്ന 2ാമത് ഹയാത്താക്കിന് ദുനിയാവിൽ വന്നിട്ട് പറയണോ? പിന്നെ ഒറ്റ ഒരു മനുഷ്യൻ ചൊടിക്കുന്നവരുണ്ടാവാരാ? സ്വത്ത് തേച്ച് കൊണ്ടുപോയിട്ട് 10 ഏക്കരയില് 9 ഏക്കരയും ഒറ്റ തന്നെ കൊണ്ടുപോയി അന്നെ കൊണ്ടുപിടിക്കാനാ. കാരണം എന്ത്? ഇത് അതിനേക്കാളും വലിയ മുസീബത്താണ് ഈ ഖബറിൽ കിട്ടുന്നത്. കുടുംബ ബന്ധം മുറിക്കുന്നവരിക്കൊന്നും സ്വർഗത്തിൽ പ്ലേസില്ല, സ്വർഗത്തിൽ കൊട്ടാരമില്ല. അങ്ങനത്തെ ആളുകളെ കൊണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുന്നു. ജനങ്ങളോട് വിട്ടുവീഴ്ച, എല്ലാവർക്കും വിട്ടുവീഴ്ച. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചു. നബി തങ്ങളെ ത്വായിഫിന്റെ മണലാരുടത്തിൽ പോയി അവിടുത്തെ കാരണവന്മാർ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് ചോര പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ ഒരു മലഞ്ചെരിവിൽ വന്നിരുന്നു. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, നബിയേ, ഈ കുന്നിനെ മുഴുവനും അട്ടിമറിച്ചിട്ട് ആ ജനതയെ നശിപ്പിക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വരൽ, ഹിദായത്തിന്റെ വഴിയിലേക്ക് വരൽ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെ നശിപ്പിച്ച് കാണുന്നതിനേക്കാളും ഇഷ്ടം അവരെ സന്താന പാരമ്പര്യങ്ങളിൽ നിന്ന് ഒരാൾ ഹിദായത്തിലേക്ക് വരലാണ്. മക്കം ഫതഹുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാഫ് കൊടുത്തു. മുഴുവൻ ആളുകൾക്കും മാഫ്. ആർക്കൊക്കെ മാഫ് കൊടുത്തത്? സ്വഹാബത്തിനെ ആക്രമിച്ചവർ, അവരെ സമ്പത്തിനെ മുഴുവൻ പിടിച്ചെടുത്തവർ, നബി തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ കഅബ ശരീഫിനെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, കഅബ, നിന്നോട് എനിക്ക് ഇഷ്ടമാണ് കഅബ, ഈ കഅബ ശരീഫിനെ വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല, അല്ലാഹുവിന്റെ വിധി എന്നോട് ഞാൻ പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, ഇത് ആ സമയത്ത് ഇറങ്ങിയതാണെന്ന അഭിപ്രായം മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായത്തിനനുസരിച്ചിട്ടല്ലേ യാത്ര പോകുമ്പോൾ ആ ആയത്ത് തന്റെ വീടിന്റെ ചുമരിൽ എഴുതൽ സുന്നത്താണെന്ന് മഹാന്മാർ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അത്രത്തോളം ബുദ്ധിമുട്ടിച്ച ജനങ്ങളോട് നബി തങ്ങൾ മക്കത്ത് വിജയം കിട്ടിയപ്പോ ആരെയും ജയിലിലടക്കാൻ പോയില്ല, ഓർക്കെല്ലാം ശിക്ഷ കൊടുക്കാൻ പോയില്ല. നബി തങ്ങൾ പറഞ്ഞു, അബൂ സുഫിയാൻ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പോയി അഭയം തേടിയാൽ തൊടാൻ പാടില്ല. ആരാ അബൂ സുഫിയാൻ? നബി തങ്ങളെ കൊടിയ ശത്രു, നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ശത്രു അബൂ സുഫിയാൻ മക്കത്തെ ലീഡറാണ്. ആ ലീഡറിന്റെ പേരിൽ ആരെങ്കിലും പോയിട്ട് നിന്നെങ്കിൽ ഓന്റെ പൊന്നോളിലേക്ക്, ഒരു അബൂ സുഫിയാന്റെ പൊന്നോളിലേക്ക് പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഓൻ വിശ്വസ്തനാണ്. ആർക്കെല്ലാം അഭയമാണോ അബൂ സുഫിയാന്റെ പേർക്ക് പോയി. അബൂ സുഫിയാന്റെ
മനസ്സ് മാറിയില്ലേ? അബൂ സുഫിയാൻ ചോദിച്ചു, കുറച്ചോടെ മക്കം പത്തുണ്ടായിട്ട് ഞങ്ങളെ നാട് കടന്ന് ഞങ്ങളെ മുഴുവനും ജയിലിലടക്കും അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട് തടി വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങൾ പറയുന്ന പ്രഖ്യാപനം, മുഹമ്മദിന്റെ പ്രഖ്യാപനം. അബൂ സുഫിയാനെ നിങ്ങൾക്ക് രക്ഷയല്ല. അബൂ സുഫിയാന്റെ പുരയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഓനൊന്നും ആക്കാൻ പാടില്ല. മനസ്സ് മാറിയില്ലേ? മുഴുവനും ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? അബൂ സുഫിയാൻ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പെട്ടില്ലേ? എന്ത്? ജനങ്ങൾക്ക് മാപ്പ് കൊടു, ക്ഷമ കൊടു. ആരെല്ലാം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് മാപ്പ് ചോദിച്ചാൽ കൊടു, അങ്ങോട്ട് പൊതു മാപ്പ് കൊടുക്ക്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച. എല്ലാവരോടും, ഭാര്യയോട് ചൊടിക്കണ്ട, മക്കളോട് ചൊടിക്കണ്ട, ആരോടും ചൊടി വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട. വെറുപ്പും വിദ്വേഷമായിട്ട് കഴിഞ്ഞു കൂടുന്നവരെ എങ്ങനെ കലിമത്വത്തെ കഴിയും? അതുകൊണ്ട് പൊന്നാര മുഅ്മിനീങ്ങളെ, സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുക, ഐക്യത്തോടെ ജീവിക്കുക, പരസ്പര സൗഹൃദത്തോടുകൂടി ജീവിക്കുക, അയൽവാസികളെ തമ്മിൽ സ്നേഹത്തോടെ സ്വീകരിക്കുക, ആരോടും വെറുപ്പില്ലാതെ, തമ്മിൽ തെറ്റായ വാക്കുകൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ ഒന്നുമില്ലാതെ മനസ്സിന്റെ ഉള്ളിലൂടെ ഒരൊറ്റ എല്ലാ മനുഷ്യരോടും സ്നേഹം മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ കാണുമോ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കാണണോ? കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മനുഷ്യന് കൂടെ കടന്നു വരുന്നുണ്ട്, അയാളെ കൈ പിടിച്ചിട്ട് മുത്തിക്കോളി, അയാൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ട വൃദ്ധനായ ബേസ്തനായ മനുഷ്യൻ കാട്ടിൽ പോയിട്ട് വിറക് കൊട്ടിയിട്ട് ആ വിറകിനെ കൊണ്ടുപോയി പീടിയിൽ കൊണ്ടുപോയി ക്യാൻറ്റീനിൽ കൊണ്ടുപോയി വിറ്റിട്ട്, ക്യാൻറ്റീൻ കൊണ്ട് നമ്മുടെ നാട്ടിലെ പക്ഷെ അന്ന് ക്യാൻറ്റീൻ ഉണ്ടാകുന്ന കേൾക്കണ്ട, പിന്നെ പോയി പല കാലത്ത് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങാടി വിറകൊക്കെ ഇപ്പൊ വിറകെല്ലാം വാങ്ങുന്ന ഹോട്ടലല്ലേ, വിറകെല്ലാം കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാർ, മറ്റുള്ള സമുദായത്തിലെ ആൾക്കാർ വിറകെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് ഹോട്ടൽ. അങ്ങനെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു, അതിൽ കിട്ടിയ വെച്ചും ജീവിക്കുന്നു. ഇയാൾ സ്വർഗാവകാശി, സ്വഹാബത്തുണ്ടായി അന്തം, ഇയാളോ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്. അങ്ങനെ എന്തായി? ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ കൂടെ പോയി. ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അതിഥിയായിട്ട് പരിക്കുവാക്കാൻ വെച്ചു. അത് അതിഥിയായിട്ട് വരുന്ന പറഞ്ഞു, സ്വഹാബത്ത് വരുന്ന ഭയങ്കര ബർക്കത്തല്ലേ. അങ്ങനെ എന്തായി? 3 ദിവസക്കാലം അതിഥിയായിട്ട് താമസിച്ചു. ഇയാളെ മുഴുവനും വീക്ഷിച്ചു. ഇയാള് അബൂ ദർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു ഭയങ്കര ഇബാദത്തായിരിക്കും, ഭയങ്കര നിസ്കാരം, സുബഹി വരെ നിസ്കാരം, ഫുൾ ടൈം നോമ്പ്, അങ്ങനെ ഭയങ്കര മനസ്സിലിങ്ങനെ കണ്ടു. ഇയാളൊന്നുമില്ല. ഇയാളെ പേർക്ക് പോയി, ഇയാളെ സൽക്കരിച്ചു, ഇശാ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, ഇയാൾ നല്ല വർക്ക്, സുബഹിക്ക് മുന്നേ കുറച്ച് മുന്നടിച്ച് തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹി ഇയാളെ വർക്ക് പോയി. 3 ദിവസം ഇങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനെ കാണുക എന്നെങ്കിൽ ഇയാളെ കൈ പിടിച്ചോളി. ഇയാളെ എന്ത് സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ പോലെ. 3 ദിവസമായി നബി തങ്ങളുടെ അടുക്കലേക്ക് അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇയാളെ കൂടെ പോയി, ഇയാൾ സ്പെഷ്യൽ ഇബാദത്ത് ഞാൻ കണ്ടിട്ടില്ല, ഇയാളെ സ്വർഗത്തിലേക്ക് എത്തിച്ച അമലേതെന്ന് നിങ്ങൾക്ക് അറിയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു. വളരെ ഏറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഏറെ നമുക്കെല്ലാം സ്വർഗം വേണ്ടേ? വേണ്ടേ? വേണമെന്ന് ആഗ്രഹില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ കേട്ടോ, ആ സ്വഹാബി, ആ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ സ്വഹാബത്തിനോട്, നബി തങ്ങളോടായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന എന്റെ ഈ സ്വർഗത്തിലേക്കാണെന്ന് നബി തങ്ങൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനുള്ള ഒരു കണ്ടീഷനായി, ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ ഞാൻ രാവിലെ ആയാൽ, രാത്രി കടന്നുറങ്ങ്, രാവിലെ ആയാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ആരോടെങ്കിലും എന്റെ മനസ്സിൽ വെറുപ്പ് വന്നിട്ടുണ്ടോ? ആരോടും വെറുപ്പില്ല. രാത്രി കടക്കാൻ വേണ്ടി എന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ ഞാൻ കടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കൂ, ഇന്നാരെങ്കിലും ഞാൻ ഗീബത്ത് പറഞ്ഞാ ഇല്ല, ആരെങ്കിലും മിമത്ത് പറഞ്ഞാ ഇല്ല, ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിനാ ഇല്ല, ആരെങ്കിലും പൈസ മുക്കിനാ ഇല്ല, ഒന്നുമില്ല. ആരോടും ഒരു മനസ്സിൽ വെറുപ്പായിനാ, ആരോടും മനസ്സിൽ കരുതേ ഇങ്ങനെ വെറുപ്പായിനാ ഇല്ല. അങ്ങനെ എന്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാതെ, ഒരാളോടും ചൊടിയില്ലാതെ, ഒരാളോടും നഞ്ചി, നമ്മളെ ഭാഷയിൽ പറഞ്ഞ് നഞ്ചി നറക്കില്ലാതെ, നമ്മളെ മനസ്സിനോട് 100 ആളോട് നഞ്ചി നറക്കും. അപ്പുറത്തോട് കാർ എടുത്തെന്ന് വെച്ചിരിക്കുന്നത്, ഓൻ എങ്ങനെ കാർ എടുത്തേ, ഓന് എടുത്തെടുത്ത് പോയിട്ട് എവിടെയെങ്കിലും കല്ലെടുക്കുന്ന സംഘത്തിനൊക്കെ കൊത്തിയെങ്കിൽ ഓന് ഉറപ്പ് വരുന്നേ. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ, ഇങ്ങനത്തെ കുറെ പെണ്ണുങ്ങൾ ചതിയും വഞ്ചനയുമായിട്ട് ജീവിക്കുന്നവർ, പൊന്നാര മുഅ്മിനീങ്ങളെ, ഈമാനിലേക്ക് മടങ്ങൂ. അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരാളോടും വെറുപ്പില്ലാത്ത ഖാലിസായ മനസ്സാണ് എന്റെ മനസ്സ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇതാണ് അയാളെ സ്വർഗത്തിലേക്ക് എത്തിച്ച അമൽ, ഇയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അമലതാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണോ?
ആലിമീങ്ങളെ ചതിയും വഞ്ചനയും വിദ്വേഷങ്ങളും വെറുപ്പുമെല്ലാം ഒഴിവാക്കി ഖാലിസായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുക, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നന്നായി സദഖ കൊടുക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക, ഉസ്താദുമാരോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുക. ഇത്തരം ഇൽമിന്റെ മജ്ലിസുകൾ വരുമ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും അതിലേക്ക് വരാനുള്ള സന്മനസ് കാണിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനേ. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു കൈ മുസാഫാത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭാവന, എന്തെങ്കിലും അതിന്റെ മതിശയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുന്ന ഉറപ്പ്. കാരണം നമ്മൾ പഴയ പാരമ്പര്യമുള്ള മനുഷ്യന്മാരാണ്.